എല്ലാവർക്കും മിഷൻ LDC 2024 പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കമ്പ്യൂട്ടർ അടിസ്ഥാന വിവരങ്ങൾ എന്ന് പറഞ്ഞൊരു ടോപ്പിക്കാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അത് എങ്ങനെയാണ് റിവിഷൻ ക്ലാസ് ചെയ്യുന്നതെന്ന് ഉദ്ദേശിച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വെച്ചാണ് റിവിഷൻ ചെയ്യാൻ ഇന്നത്തെ ക്ലാസ് ചെയ്യുന്നത്. അപ്പോൾ മാക്സിമം നിങ്ങൾക്ക് യൂട്ടിലൈസ് ആവുന്ന രീതിയിലാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ് ചെയ്യുന്നത്. കാരണം നമ്മുടെ ഈ കമ്പ്യൂട്ടർ അടിസ്ഥാന വിവരങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് സ്കോർ ചെയ്യാൻ പറ്റുന്നൊരു ടോപ്പിക്കാണ്, ഹോട്ട് ടോപ്പിക്കാണ്. മാക്സിമം ഈ മൂന്നിൽ 3 മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പെട്ടെന്ന് തന്നെ കഴിയുന്നൊരു ടോപ്പിക്കാണ്. കാരണം ഇത് കമ്പ്യൂട്ടറിൻ്റെ ബേസിക് കാര്യങ്ങൾ പറഞ്ഞാണ് പോകുന്നത്. അപ്പം നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ റിവിഷൻ ക്ലാസ് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ മാക്സിമം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തിയിട്ട് തന്നെ കാണാം. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് റിവിഷൻ ക്ലാസ് മുമ്പോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ മാക്സിമം നിങ്ങൾ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് മാക്സിമം ആളുകളിലേക്കൊന്ന് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. അപ്പം നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ വിവിധ തരത്തിലും പ്രോട്ടോക്കോളിലും പ്രവർത്തിക്കുന്ന കമ്പ്യൂട്ടർ ശൃംഖലകളെ ബന്ധിപ്പിക്കാൻ ഡാഷ് ഉപയോഗിക്കുന്നു. അപ്പോൾ എന്ത് ഉപയോഗിക്കുന്നതാണ് ഡാഷ് എന്ന് ഉദ്ദേശിച്ചത്? എന്താണ്? ഏത് നെറ്റ്വർക്ക് ഉപകരണമാണ് ഉപയോഗിക്കുന്നത് എന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അതായത് വിവിധ തരത്തിലും പ്രോട്ടോക്കോളിലും പ്രവർത്തിക്കുന്ന കമ്പ്യൂട്ടർ ശൃംഖലകളെ ബന്ധിപ്പിക്കാൻ ഏത് തരത്തിലുള്ള നെറ്റ്വർക്കിംഗ് ഉപകരണമാണ് ഇവിടെ യൂസ് ചെയ്യുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ റൂട്ടർ തന്നിട്ടുണ്ടോ, ഓപ്ഷൻ ബി ഗേറ്റ് വേ തന്നിട്ടുണ്ടോ, ഓപ്ഷൻ സി ബ്രിഡ്ജ് തന്നിട്ടുണ്ടോ, ഓപ്ഷൻ ഡി സ്വിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ഗേറ്റ് വേ ആണ്. അതായത് ഗേറ്റ് വേ ആണ് വിവിധ തരത്തിലും പ്രോട്ടോക്കോളിലും പ്രവർത്തിക്കുന്ന കമ്പ്യൂട്ടർ ശൃംഖലകളെ ബന്ധിപ്പിക്കുന്ന ഉപകരണം എന്ന് പറയുമ്പോൾ ഗേറ്റ് വേ ആണ് വരുന്നത്. ഗേറ്റ് വേ മാർക്കല്ലേ. അതുപോലെ തന്നെ ഇത് ബാക്കിയുള്ള ഓപ്ഷൻസോടെ നമുക്കങ്ങ് പറഞ്ഞു പോകാം. ബാക്കി എന്താണ്? ബ്രിഡ്ജ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ബ്രിഡ്ജ് അതുപോലെ തന്നെ റൂട്ടർ, അതുപോലെ തന്നെ ഓപ്ഷൻ ഡി സ്വിച്ച്. ഇതെല്ലാം നമ്മുടെ പ്രധാന നെറ്റ്വർക്കിംഗ് ഉപകരണങ്ങളാണ് ഇതെല്ലാം വരുന്നത്. അപ്പം ഓരോന്നങ്ങ് പറഞ്ഞു പോവാം. ഫസ്റ്റ് ഇവിടെ പറയാനുള്ളത് ബ്രിഡ്ജാണ്. ബ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ ബ്രിഡ്ജ് എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ട് ലോക്കൽ ഏരിയ നെറ്റ്വർക്കുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നത്. രണ്ട് ലാനുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നത്, രണ്ട് ലോക്കൽ ഏരിയ നെറ്റ്വർക്കിനെ ബന്ധിപ്പിക്കുന്നതാണ് നമ്മുടെ ഈ ബ്രിഡ്ജ്. നിങ്ങൾക്ക് അറിയത്തില്ലേ ബ്രിഡ്ജ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? അതായത് രണ്ട് സ്ഥലങ്ങളെ തമ്മിൽ കണക്ട് ചെയ്യുന്ന പാലത്തിൻ്റെ ഒരു ഉപയോഗം എന്ന് പറയുന്നത്. അപ്പോൾ അത് തന്നെ ഇവിടെ കൊടുത്ത് വെച്ചാൽ രണ്ട് ലോക്കൽ ഏരിയ തമ്മിൽ കണക്ട് ചെയ്യാൻ ഒരു ബ്രിഡ്ജ് വരുന്നു. അങ്ങനെ കൊടുത്ത് വെച്ചാൽ ബ്രിഡ്ജ് എന്ന് പറയുമ്പോൾ രണ്ട് ലോക്കൽ ഏരിയ നെറ്റ്വർക്കിനെ ബന്ധിപ്പിക്കുന്നു. അതുപോലെ തന്നെ ഒരു ലോക്കൽ ഏരിയ നെറ്റ്വർക്കിൻ്റെ 2 സെഗ്മെൻറ്റുകളെ ബന്ധിപ്പിക്കുന്നു. അപ്പോൾ ബ്രിഡ്ജിന് 2 തരത്തിലുള്ള ഉപയോഗങ്ങളുണ്ട്. അതായത് 2 ലോക്കൽ ഏരിയ നെറ്റ്വർക്കിനെ ബന്ധിപ്പിക്കുന്നു. അതുപോലെ തന്നെ ഒരു ലോക്കൽ ഏരിയ നെറ്റ്വർക്കിലെ 2 സെഗ്മെൻറ്റിനെയും നമ്മുടെ ബ്രിഡ്ജ് ബന്ധിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ബ്രിഡ്ജിൻ്റെ ഉപയോഗം അതാണ്. അടുത്ത നമ്മുടെ വരുന്നത് റൂട്ടറാണ്. റൂട്ടർ, ആ പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം. റൂട്ടർ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? IP അഡ്രസ് അടിസ്ഥാനപ്പെടുത്തി ഒന്നിൽ കൂടുതൽ നെറ്റ്വർക്കുകളെ ബന്ധിപ്പിക്കുന്നു. അപ്പോൾ നമ്മുടെ IP അഡ്രസ്സുകളൊക്കെ അടിസ്ഥാനമാക്കിയിട്ട് ഒന്നിൽ കൂടുതലുള്ള നെറ്റ്വർക്കുകളെ ബന്ധിപ്പിക്കുന്നതിൻ്റെ ആ ഉപകരണത്തിൻ്റെ പേരാണ് റൂട്ടർ. മറക്കല്ലേ, റൂട്ടർ. അടുത്തത് പിന്നെ സ്വിച്ചാണ് വരുന്നത്. സ്വിച്ച് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? സ്വിച്ച് കമ്പ്യൂട്ടറുകളെ തമ്മിൽ ബന്ധിപ്പിക്കുകയും ആവശ്യമുള്ളതിൽ മാത്രം ഡാറ്റ കൈമാറുകയും ചെയ്യുന്നതാണ് സ്വിച്ച് എന്ന് പറഞ്ഞത്. സ്വിച്ച് നമുക്കറിയാമല്ലോ, നമ്മുടെ സ്വിച്ച് ബോർഡിനെ പോലെ ഉദ്ദേശിച്ചാൽ മതി. അതായത് എല്ലാ സ്വിച്ച് ബോർഡിൽ തന്നെ എന്താണ്, എല്ലാ വയറുകളും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധിപ്പിച്ചല്ലേ ഇരിക്കുന്നത്. പക്ഷേ ആവശ്യമുള്ളതിലേക്ക് വേണ്ടി മാത്രമല്ലേ ഡാറ്റ കൈമാറുകയും ചെയ്യുന്നുള്ളൂ. അതായത് നമ്മൾ ഒരു സ്വിച്ച് ഇട്ടാൽ ലൈറ്റ് മാത്രമല്ലേ കത്തത്തുള്ളൂ. എല്ലാ സ്വിച്ചിൻ്റെ പ്രവർത്തനങ്ങളും അവിടെ നടക്കത്തില്ലല്ലോ. അപ്പോൾ അത് വെച്ച് നമുക്ക് കണക്ട് ചെയ്ത് വെച്ചാൽ മതി. സ്വിച്ച് എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മുടെ ഈ കമ്പ്യൂട്ടറിൻ്റെ കേസിൽ സ്വിച്ച് എന്ന് പറയുമ്പോൾ കമ്പ്യൂട്ടറുകളെ തമ്മിൽ ബന്ധിപ്പിക്കുകയും ആവശ്യമുള്ളതിൽ മാത്രം ഡാറ്റ കൈമാറുകയും ചെയ്യുന്നതാണ് ഈ സ്വിച്ച് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? അപ്പോൾ ഇത്രയും നമുക്കൊന്ന് ഇത്രയും ക്ലിയർ ആയോ? അപ്പം ആദ്യം ഒന്ന് മുതൽ ഒന്ന് പറഞ്ഞു പോയാലോ. ആദ്യം നമ്മൾ ഏതാണ് പഠിച്ചത്? ഗേറ്റ് വേ ആണ് പഠിച്ചത്. ആദ്യം ഏതാണ് പഠിച്ചത്? ഗേറ്റ് വേ ആണ് പഠിച്ചത്. ഗേറ്റ് വേ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? വിവിധ തരം പ്രോട്ടോക്കോളുകളിൽ പ്രവർത്തിക്കുന്ന കമ്പ്യൂട്ടർ ശൃംഖലകളെ ബന്ധിപ്പിക്കാനാണ് ഗേറ്റ് വേ ഇവിടെ യൂസ് ചെയ്യുന്നത്. കമ്പ്യൂട്ടറിൻ്റെ കേസിൽ ഗേറ്റ് വേ യൂസ് ചെയ്യുന്നത് വ്യത്യസ്ത നെറ്റ്വർക്കുകളെ ബന്ധിപ്പിക്കാൻ, അങ്ങനെ കൊടുത്തു വ്യത്യസ്ത നെറ്റ്വർക്കുകളെ ബന്ധിപ്പിക്കാനും വിവിധ തരത്തിലുള്ള പ്രോട്ടോക്കോളിൽ പ്രവർത്തിക്കുന്ന കമ്പ്യൂട്ടർ ശൃംഖലകളെ ബന്ധിപ്പിക്കാനുമാണ് ഗേറ്റ് വേ യൂസ് ചെയ്യുന്നത്. അടുത്ത ഗേറ്റ് വേ യൂസ് ചെയ്യുന്നത്. ബ്രിഡ്ജ് എന്തിനാണ് അപ്പോൾ യൂസ് ചെയ്യുന്നത്? 2 ലോക്കൽ ഏരിയ നെറ്റ്വർക്കിനെ ബന്ധിപ്പിക്കുന്നു ബ്രിഡ്ജ്. അതുപോലെ തന്നെ ഒരു ലോക്കൽ ഏരിയ നെറ്റ്വർക്കിൻ്റെ 2 സെഗ്മെൻറ്റിനെയും ബ്രിഡ്ജ് ബന്ധിപ്പിക്കുന്നു. അതുപോലെ തന്നെ റൂട്ടർ എന്തിനാണ്? IP അഡ്രസ് അടിസ്ഥാനപ്പെടുത്തി ഒന്നിൽ കൂടുതൽ നെറ്റ്വർക്കുകൾ ബന്ധിപ്പിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ സ്വിച്ച് എന്താണ്? കമ്പ്യൂട്ടറുകളെ തമ്മിൽ ബന്ധിപ്പിക്കുകയും ആവശ്യമുള്ളതിൽ മാത്രം ഡാറ്റ കൈമാറുകയും ചെയ്യുകയാണ് സ്വിച്ചിൻ്റെ യൂസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇത്രയും ക്ലിയർ ആയി. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ ഡക്ക് ഗോ എന്നത് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഡക്ക് ഗോ എന്നുള്ളത് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്, ഓപ്ഷൻ ബി ഒരു ബ്രൗസറാണ്, ഓപ്ഷൻ സി ഓൺലൈൻ ഗെയിമാണ്, ഓപ്ഷൻ ഡി ഒരു സെർച്ച് എഞ്ചിനാണ്. അപ്പോൾ ഡക്ക് ഗോ എന്നൊക്കെ കേൾക്കുമ്പോൾ പെട്ടെന്ന് ഇത് പഠിച്ചിട്ടില്ലാത്തൊരു കൂട്ടുകാരൻ ചെയ്യുന്നത് എന്താണ്?
ഓടിപ്പോയി ഡക്ക് എന്നൊക്കെ കേൾക്കുമ്പോൾ ഓടിപ്പോയി ഓൺലൈൻ ഗെയിമാണെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ കറപ്പിക്കുകയും ചെയ്യും, നെഗറ്റീവ് അടിക്കുകയും ചെയ്യും. ഈ ഡക്കോ എന്ന് പറയുന്നത് ഒരു സെർച്ച് എഞ്ചിനാണ്. ഇന്ന് മുതൽ അങ്ങ് പഠിച്ചു വെച്ചോ. ഡക്കോ എന്ന് പറയുന്നത് ഒരു സെർച്ച് എഞ്ചിനാണ്. ഓപ്ഷൻ ഡി, ഒരു സെർച്ച് എഞ്ചിനാണ് ഈ ഡക്കോ എന്ന് പറയുന്നത്. അതായത് ഡക്കോ എന്ന് പറയുമ്പോൾ സെർച്ച് എഞ്ചിന്, അതുപോലെ തന്നെ സെർച്ച് എഞ്ചിനാണ്. അപ്പം നമുക്കറിയാം നമ്മുടെ കമ്പ്യൂട്ടറിൽ തന്നെ ഇൻ്റർനെറ്റിൻ്റെ കേസിൽ തന്നെ സെർച്ച് എഞ്ചിനും ഉണ്ട്, വെബ് ബ്രൗസറും ഉണ്ട്. സെർച്ച് എഞ്ചിനും ഉണ്ട്, വെബ് ബ്രൗസറും ഉണ്ട്. അതായത് നമുക്കറിയാം നമ്മളിപ്പം PSCയിൽ നമ്മുടെ PSCയുടെ കാര്യം തന്നെ ഓർത്ത് വെച്ചാൽ നമ്മൾ PSCയിൽ നമ്മളിപ്പം നമ്മുടെ വെബ്സൈറ്റിൽ കയറുക, കേരള PSCയുടെ വെബ്സൈറ്റിൽ കയറുക. ആദ്യം നമ്മൾ ക്ലിക്ക് ചെയ്യുന്നത് എന്തുവാ? നമ്മൾ ലാപ്പ് വഴിയാണ് കയറുന്നത്. ആദ്യം നമ്മൾ ക്ലിക്ക് ചെയ്യുന്നത് എന്തുവാ? ആദ്യം നമ്മൾ ഗൂഗിൾ ക്രോമിൽ ക്ലിക്ക് ചെയ്യും. ആ ഗൂഗിൾ ക്രോം ഒരു സോഫ്റ്റ്വെയർ അല്ലേ? ആ ഗൂഗിൾ ക്രോമിൽ ക്ലിക്ക് ചെയ്തിട്ട് അവിടുന്ന് നേരെ പോകുന്നതാണ് ഗൂഗിൾ കണ്ടോ, ഗൂഗിൾ. അവിടെ നിന്നാണ് നമ്മൾ സെർച്ച് ചെയ്ത് കേരള PSC എന്ന് സെർച്ച് ചെയ്ത് അങ്ങ് പോകുന്നത്. ക്ലിയർ? ഞാൻ പറഞ്ഞ ഇത്രയും നിങ്ങൾ ക്ലിയർ ആയിട്ട് ഓർത്താൽ മതി. അതായത് ഗൂഗിൾ ക്രോം എന്ന് പറയുന്നത് ഒരു വെബ് ബ്രൗസറാണ്. ഗൂഗിൾ ക്രോം ഒരു ബ്രൗസറാണ്. അതുപോലെ തന്നെ അകത്താണ് സെർച്ച് എഞ്ചിൻ വരുന്നത്. ബ്രൗസറിൻ്റെ അകത്താണ് സെർച്ച് എഞ്ചിൻ വരുന്നത്. ഗൂഗിൾ ക്രോം എന്ന് പറയുന്ന ഒരു ബ്രൗസറുമാണ്, അതൊരു സോഫ്റ്റ്വെയറുമാണ്, വെബ് ബ്രൗസിങ് സോഫ്റ്റ്വെയർ ആണ്. അപ്പം അതാണ് വരുന്നത്. അപ്പം ഇതിൻ്റെയൊക്കെ പേരുകൾ പഠിച്ചിരിക്കണം. പേര് സ്ഥിരമായിട്ട് PSC പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. ഇനി വരുന്നത് നമ്മുടെ LDC പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാം. അപ്പം ഞാൻ പേരുകൾ പറഞ്ഞുതരാം. അത് ഫസ്റ്റ് നമ്മൾ ഏതാണ് പഠിച്ചത്? ഡക്കോ ഒരു സെർച്ച് എഞ്ചിൻ അല്ലേ? അപ്പം ബാക്കിയുള്ള സെർച്ച് എഞ്ചിനുകളുടെ പേര് ഞാൻ പറയാം, നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോ. ബാക്കിയുള്ള സെർച്ച് എഞ്ചിൻ ആദ്യം മുതൽ പറയാം. ആദ്യത്തെ സെർച്ച് എഞ്ചിൻ എന്ന് പറയുമ്പോൾ ആർച്ചീസ് ആണ്. ലോകത്തിലെ ആദ്യത്തെ സെർച്ച് എഞ്ചിൻ ആർച്ചീസ് ആണ് വരുന്നത്. ആർച്ചീസ്. അതിൽ രണ്ടാമത്തെ ഇന്ത്യയിലെ ആദ്യത്തേത് വരുന്നത് ഗുരുജിയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ സെർച്ച് എഞ്ചിൻ എന്ന് പറയുന്നത് ഗുരുജിയാണ്. പിന്നെ നമുക്കറിയാം ഗൂഗിൾ ഉണ്ട്, ഡക്ടക്കോ ഉണ്ട്, ask.com ഉണ്ട്, അതുപോലെ തന്നെ ഇൻ്റർനെറ്റ് ആർച്ചീവ് ഉണ്ട്, യാൻഡെക്സ് ഉണ്ട്, ബൈഡു ഉണ്ട്, അതുപോലെ തന്നെ ബിങ് ഉണ്ട്, അതുപോലെ തന്നെ യാഹു, നമുക്കറിയാം യാഹു, അതുപോലെ തന്നെ വെബ് ക്രൗളർ ഉണ്ട്. അപ്പോൾ ഇത്ര ഓർത്ത് വെച്ചാണ് സെർച്ച് എഞ്ചിൻസ്. അപ്പോൾ ഏതൊക്കെയാണ്? ആർഷീസാണ് ലോകത്തിലെ ഫസ്റ്റ് സെർച്ച് എഞ്ചിൻ. അതുപോലെ തന്നെ ഗുരുജിയാണ് ഇന്ത്യയിലെ ആദ്യ സെർച്ച് എഞ്ചിൻ. അതുപോലെ തന്നെ ഗൂഗിൾ വരുന്നുണ്ട്, ഡക്ടക്കോ വരുന്നുണ്ട്, ask.com വരുന്നുണ്ട്, ഇൻ്റർനെറ്റ് ആർച്ചീവ് വരുന്നുണ്ട്, യാൻഡെക്സ് വരുന്നുണ്ട്, ബൈഡു വരുന്നുണ്ട്, ബിങ് വരുന്നുണ്ട്, അതുപോലെ തന്നെ യാഹു, വെബ് ക്രൗളർ. അപ്പോൾ നിങ്ങളുടെ അത്രയുമാണ് നമ്മുടെ സെർച്ച് എഞ്ചിൻസ് വരുന്നത്. ഇനി നമുക്ക് വെബ് ബ്രൗസർ, ഞാൻ പറഞ്ഞല്ലോ വെബ് ബ്രൗസർ ഒരു ബ്രൗസിങ് സോഫ്റ്റ്വെയർ ആണ്. നമുക്കറിയാം ബ്രൗസിങ് സോഫ്റ്റ്വെയർ ആണ്. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് പഠിക്കാം. ഫസ്റ്റ് വെബ് ബ്രൗസർ എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്ന വെബ് ബ്രൗസർ എന്ന് പറയുമ്പോൾ ഏതാണ്? നെക്സസ് ആണ്. അതായത് ലോകത്തിലെ ആദ്യത്തെ ഫസ്റ്റ് വെബ് ബ്രൗസറാണ് നെക്സസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇന്ത്യയിലെ എപ്പിക് ആണ് വരുന്നത്. ഇന്ത്യയിലെ ആദ്യത്തേത് എപ്പിക് ആണ്. അപ്പോൾ പറഞ്ഞു പോവാം, വെബ് ബ്രൗസേഴ്സ് ഏതൊക്കെയാണ്? നെക്സസ്, എപ്പിക്, മൈക്രോസോഫ്റ്റ് എഡ്ജ്, അതുപോലെ തന്നെ ഒപ്പേര, അതുപോലെ തന്നെ സഫാരി, ഗൂഗിൾ ക്രോം, ഇൻ്റർനെറ്റ് എക്സ്പ്ലോറർ, മൊസൈക്ക്, ഡോൾഫിൻ, UC ബ്രൗസർ. അപ്പോൾ ഇത്രയും ഓർത്ത് വെച്ചോണേ. ഇതിൽ വെബ് ബ്രൗസറും സെർച്ച് എഞ്ചിനും രണ്ടും തമ്മിലുള്ള ക്ലാരിറ്റി നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് തന്നെ പഠിക്കാൻ പറ്റുമേ. അപ്പോൾ ഏതെങ്കിലും ഒന്നങ്ങ് പഠിച്ചു വെക്കുക, അപ്പം ബാക്കി കാണുമ്പോൾ അറിയാമല്ലോ. അപ്പം വെബ് ബ്രൗസർ ഏതൊക്കെയാണ്? നെക്സസ്, എപ്പിക്, മൈക്രോസോഫ്റ്റ് എഡ്ജ്, ഒപ്പേര, അതുപോലെ തന്നെ സഫാരി, പിന്നെ ഗൂഗിൾ ക്രോം, ഇൻ്റർനെറ്റ് എക്സ്പ്ലോറർ, മൊസൈക്ക്, ഡോൾഫിൻ, പിന്നെ UC ബ്രൗസർ. ഇത്രയുമാണ് നമ്മുടെ വെബ് ബ്രൗസേഴ്സ് ആയിട്ട് വരുന്നത്. അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നത് അടുത്ത ഏതാണ്? പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് അറിയാലോ, നമുക്ക് പ്രോഗ്രാമൊക്കെ ചെയ്യുന്ന ലാംഗ്വേജ്. അതും കുറച്ച് ലാംഗ്വേജ് ചിലപ്പം PSC ചോദിച്ചാലും അത് നമുക്ക് പഠിക്കാനുണ്ട്, സിലബസിലുണ്ട്. അപ്പോൾ അതുകൂടെ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം. പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഏതൊക്കെയാണ് വരുന്നത്? ജാവ വരും, ജാവ സ്ക്രിപ്റ്റ് വരും, C വരും, C+ വരും, അതുപോലെ തന്നെ പൈത്തൺ ലാംഗ്വേജ് വരും, PHP ഫുൾ സ്റ്റാക്ക് എന്ന് പറഞ്ഞൊരു ലാംഗ്വേജ് ഉണ്ട്, PHP വരും, അതുപോലെ തന്നെ ഫോർട്ടാൻ എന്ന് പറഞ്ഞൊരു ലാംഗ്വേജ് ഉണ്ട്, ഫോർട്ടാൻ, അതുപോലെ തന്നെ ബേസിക് ഉണ്ട്, പിന്നെ ഹൈക്കോൺ ഉണ്ട്. ഈ PHPയിലാണ് HTML ഒക്കെ വരുന്നത്. അപ്പോൾ ഒന്നുകൂടെ പറയാം, പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ഏതൊക്കെയാണ്? ജാവ സ്ക്രിപ്റ്റ്, C++, പൈത്തൺ, PHP, ഫോർട്ടാൻ, ബേസിക്, ഹൈക്കോൺ. ഇത്രയും ഓർത്ത് വെച്ചാൽ മതി. ഇത് ഇത്രയുമാണ് നമ്മളിപ്പം ഇത്രയും പറഞ്ഞത് മാത്രമേ PSC ചോദിക്കത്തുള്ളൂ. ഇതിൽ കൂടുതൽ PSC ചോദിക്കത്തില്ല. അപ്പം എല്ലാവർക്കും ക്ലിയർ ആയെന്ന് മനസ്സിലായി. നിങ്ങൾ മാക്സിമം പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പ് വെബ് ബ്രൗസർ, സെർച്ച് എഞ്ചിൻ ഇതെല്ലാം ഒന്ന് പഠിച്ചിട്ട് പോകണം കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഇമെയിൽ ഉപഭോക്താക്കളുടെ സമ്മതമില്ലാതെ ഒരു സേവനത്തിൻ്റെയോ ഉൽപ്പന്നത്തിൻ്റെയോ പ്രചാരണത്തിന് അയക്കുന്ന സന്ദേശമാണ്. ഇപ്പോൾ ഇവിടെ എന്താണ് ചോദിച്ചത്? അത് സന്ദേശമാണ്. ഓപ്ഷൻസ് എന്തൊക്കെയാണ് തന്നിട്ടുള്ളത്? നമ്മുടെ ഇവിടെ ഹാക്കിങ് തന്നിട്ടുണ്ട്, ഫിഷിങ് തന്നിട്ടുണ്ട്, സ്പാംസ് വന്നിട്ടുണ്ട്, ഓപ്ഷൻ ഡി വൈറസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എന്താണ് വെച്ചിരിക്കുന്നത്? ഇമെയിൽ ഉപഭോക്താക്കളുടെ സമ്മതമില്ലാതെ ഒരു സേവനത്തിൻ്റെയോ ഉൽപ്പന്നത്തിൻ്റെയോ പ്രചരണത്തിന് അയക്കുന്ന സന്ദേശമാണ്. അപ്പം നമുക്കറിയാം, നമുക്ക് ഒരുപാട്, നിങ്ങൾ ഇമെയിലിൽ കയറി നോക്കിയാൽ സ്പാം മെസ്സേജസ് ഒരുപാട് വരും. നമ്മളെ എല്ലാ ഇമെയിലിൽ കുറേ സ്പാം, വേണ്ടാത്ത അനാവശ്യമായ കുറച്ച് സ്പാം മെസ്സേജസ് എല്ലാവരുടെയും മെയിൽ ID വരും.
നമ്മളതൊന്നും നമ്മൾ പറഞ്ഞിട്ട് അയക്കുന്നതല്ല, അവർ നമ്മളെ അനുവാദമില്ലാതെ സമ്മതമില്ലാതെ അയക്കുന്നതാണ് സ്പാം മെസ്സേജ്. അപ്പോൾ ഇവിടെ ആൻസർ ഏതാണ്? സ്പാംസ് ആണ് വരുന്നത്. കേട്ടോ, മനസ്സിലായല്ലോ? പെട്ടെന്ന് തന്നെ ക്ലിയർ ആയേ. ഇമെയിൽ ഉപഭോക്താക്കളുടെ സമ്മതമില്ലാതെ ഒരു സേവനത്തിൻ്റെ ഉൽപ്പന്നത്തിൻ്റെ പ്രചാരണത്തിന് അയക്കുന്ന സന്ദേശമാണ് സ്പാം മെസ്സേജ്. സ്പാംസ് എന്നാണ് പറയുന്നത്. അറിയാലോ, എഴുതി കാണിക്കുക. സ്പാം മെസ്സേജ് നിങ്ങൾ മെയിൽ കയറി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. സ്പാം, ഈ സ്പാംസ് ആണ്. സ്പാം മെയിലുകൾ ഒരുപാട് നമ്മുടെ മെയിലുകൾ വരുന്നതാണ്. ഇപ്പോൾ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ സി സ്പാംസ് ആണ് വരുന്നത്. അതുപോലെ തന്നെ ബാക്കിയുള്ളതോടെ നമുക്ക് ഒന്ന് പഠിച്ചു പോകേണ്ട ഓപ്ഷൻസോടെ അങ്ങ് പഠിച്ചു പോകാം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ക്ലിയർ ആവും. ഹാക്കിംഗ് എന്താണ്? ഹാക്കിംഗ് ഇവിടെ എന്താണ് വരുന്നത്? ഹാക്കിംഗ് എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടർ കേസിൽ ഹാക്കിംഗ് എന്ന് പറഞ്ഞാൽ അനധികൃതമായി മറ്റൊരാളുടെ കമ്പ്യൂട്ടർ സിസ്റ്റത്തിൽ പ്രവേശിക്കുകയോ അതുപോലെ തന്നെ നിയന്ത്രണം ഏറ്റെടുക്കുകയോ കമ്പ്യൂട്ടർ പ്രോഗ്രാമുകൾ അല്ലെങ്കിൽ ഡാറ്റകൾ നശിപ്പിക്കുകയോ ചെയ്യുന്നതാണ് ഹാക്കിംഗ് എന്ന് പറയുന്നത്. കേട്ടോ, അനധികൃതമായിട്ട് മറ്റൊരാളുടെ കമ്പ്യൂട്ടർ സിസ്റ്റത്തിൽ പ്രവേശിക്കുകയോ നിയന്ത്രണം എടുക്കുകയോ കമ്പ്യൂട്ടർ പ്രോഗ്രാമുകൾ ഓർ ഡാറ്റാസ് നശിപ്പിക്കുകയോ ചെയ്യുന്ന പ്രോസസ്സാണ് പറയുന്നത് ഹാക്കിംഗ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഫിഷിംഗ് എന്താണ്? ഫിഷിംഗ് പാസ്വേഡ് ക്രെഡിറ്റ് കാർഡ് വിവരങ്ങളൊക്കെ വ്യാജ രീതിയിലൂടെയൊക്കെ നമ്മുടെ ചോർത്തി എടുത്തിട്ട് തട്ടിപ്പ് നടത്തുന്ന രീതിയാണ് ഫിഷിംഗ് എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ നമുക്കറിയാലോ, ഈ ക്രെഡിറ്റ് കാർഡ് അതുപോലെ തന്നെ എന്തെങ്കിലും അക്കൗണ്ടിൻ്റെയൊക്കെ പാസ്വേഡൊക്കെ പല വിളിച്ച് ഓരോ ഉടായ്പകളൊക്കെ കാണിച്ച് ഫിഷിംഗ് എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? ചൂണ്ടയിട്ട് എടുക്കുക എന്നല്ലേ അർത്ഥം. ഫിഷിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചൂണ്ടയിട്ട് മീൻ പിടിക്കുക. അത് തന്നെയാണ് ഇവിടെ. വ്യാജ രീതിയിലൂടെയൊക്കെ നമ്മുടെ പാസ്വേഡ്, ക്രെഡിറ്റ് കാർഡിൻ്റെ വിവരങ്ങൾ, ATM കാർഡിൻ്റെ വിവരങ്ങളൊക്കെ ചോർത്തിയെടുത്തിട്ട് ചോർത്തിയെടുക്കുന്ന തട്ടിപ്പിന് പറയുന്ന പേരാണ് ഫിഷിംഗ്. അടുത്തത് വൈറസ് എന്താണെന്നറിയാലോ? കമ്പ്യൂട്ടർ പ്രോഗ്രാം പോലെ എന്തെങ്കിലും പ്രോഗ്രാംസോ ഡാറ്റാസോ ഒക്കെ നമ്മുടെ ഫോണിലോ നമ്മുടെ കമ്പ്യൂട്ടറിലോ ഒക്കെ ഇട്ട് നമ്മുടെ സിസ്റ്റത്തെയും മൊബൈലിലൊക്കെ നശിപ്പിക്കുന്ന ഒരു സംഭവമാണ് ഈ വൈറസ് എന്ന് പറയുന്നത്. വൈറസ് എന്ന് പറയുമ്പോൾ ഒരു സൈസ് പ്രോഗ്രാംസ് ആണ് വരുന്നത്. ഡാറ്റാസിൻ്റെ കളക്ഷൻ ഓഫ് പ്രോഗ്രാംസ് ആണ് വരുന്നത്. അത് നമ്മുടെ സിസ്റ്റത്തിൽ ഇട്ടാൽ നമ്മുടെ കമ്പ്യൂട്ടർ ഓൾറെഡി കേടായി പോകും. അത്രയും ഓർത്ത് വെച്ചാൽ വൈറസ്. അപ്പോൾ ഇത്രയും ക്ലിയർ ആയി. ഹാക്കിംഗ് ക്ലിയർ ആയി, ഫിഷിംഗ് ക്ലിയർ ആയി, വൈറസ് ക്ലിയർ ആയി, സ്പാംസ് ക്ലിയർ ആയി. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കുന്ന ഒരു ഇൻപുട്ട് ഉപകരണമാണ് ഡാഷ്. അപ്പോൾ ഇവിടെ ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഇത് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. പെട്ടെന്ന് തന്നെ പഠിച്ചെടുക്കാം. അതായത് കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കുന്ന ഒരു ഇൻപുട്ട് ഉപകരണമാണ് ഡാഷ് എന്നാണ് വെച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ പ്രിൻ്റർ, ഓപ്ഷൻ ബി പ്ലോട്ടർ, അതുപോലെ തന്നെ ഓപ്ഷൻ സി സ്കാനർ, ഓപ്ഷൻ ഡി ബ്ലൂറേ ഡി വി ഡി. അപ്പം നമുക്കൊന്ന് നോക്കാം. പ്രിൻ്റർ എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മളൊരു കഫേയിലോ കാര്യത്തൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന ഇപ്പം PSCയുടെ ഹാൾ ടിക്കറ്റ് ആണ് തന്നെ. ഹാൾ ടിക്കറ്റ് കൊടുത്തിട്ട് അത് പ്രിൻറ്റ് ചെയ്ത് തരുമല്ലേ? പ്രിൻറ്റ് ചെയ്ത് നമ്മളെ തരുമല്ലേ? അപ്പോൾ പ്രിൻ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? ഔട്ട്പുട്ട് ഡിവൈസ് അല്ലേ? പ്രിൻറ്റ് ചെയ്താണ് നമ്മളത്. അതിൻ്റെ അവസാനത്തെ പ്രോസസ്സാണ് പ്രിൻറ്റ് ചെയ്ത് തരുന്നത്. അപ്പോൾ അവസാനത്തെ പ്രോസസ്സാണ് പ്രിൻറ്റ് ചെയ്ത് തരുന്നത്. അപ്പം പ്രിൻ്റർ അല്ല ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ അടുത്തത് പ്ലോട്ടർ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? പ്ലോട്ടർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഗ്രാഫ് അതുപോലെ തന്നെ പിക്ക് ഡയഗ്രം ഒക്കെ പെട്ടെന്ന് തരുന്ന ഒരു പ്രത്യേകതരം ഒരു യൂണിറ്റാണ് ഈ പ്ലോട്ടർ എന്ന് പറഞ്ഞൊരു സംഭവം. അപ്പം അതും നമുക്കെല്ലാം നമ്മൾ പറയുന്നതിനനുസരിച്ച് നമ്മൾ ഡയഗ്രത്തിൻ്റെയൊക്കെ ഈ സംഭവം കൊടുക്കുമ്പോൾ അത് ഓൾറെഡി അത് ഔട്ട്പുട്ട് ചെയ്ത് തരുവാണ് ചെയ്യുന്നത്. അപ്പോൾ അതും ഒരു ഔട്ട്പുട്ട് ഡിവൈസാണ് വരുന്നത്. പിന്നെ വരുന്നത് ബ്ലൂറേ ഡി വി ഡിയും ഒരു ഔട്ട്പുട്ട് ഡിവൈസാണ്. പിന്നെ വരുന്നത് സ്കാനർ അല്ലേടെ ആൻസർ? സ്കാനർ ഇൻപുട്ട് ഡിവൈസ് അല്ലേ? നിങ്ങൾ ഇത്ര ഓർത്താലേ നമ്മൾ ഒരു സാധനം സ്കാൻ ചെയ്തിട്ടാണ് പിന്നെ അത് പ്രിൻറ്റ് ചെയ്യാൻ കൊടുക്കുന്നത്. സ്കാൻ ചെയ്ത് കമ്പ്യൂട്ടറിൽ എടുത്തു വിടണം. അപ്പോൾ സ്കാൻ ചെയ്യുന്ന ആ സ്കാനിങ് എന്ന് പറഞ്ഞ പ്രോസസ്സ് വരുന്നത് എന്താണ്? ഇൻപുട്ട് പ്രോസസ്സിംഗ് ആണ്. അപ്പം ഇൻപുട്ട് ഉപകരണമാണ് ഈ സ്കാനറായിട്ട് വരുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസുകൾ സ്ഥിരമായിട്ട് PSC ചോദിക്കുന്നതാണ്. LDC പോലുള്ള എക്സാംസിനൊക്കെ സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്. ബേസ് ലെവലാണ്. അപ്പോൾ നമുക്കത് പഠിച്ചു പോകാം. കുറച്ച് ഇൻപുട്ട് ഡിവൈസുകളുടെ പേര് ഞാൻ പറയാം, അത് നിങ്ങളങ്ങ് പഠിച്ചാൽ മതി. ഫസ്റ്റ് ഇൻപുട്ട് ഡിവൈസ് കീബോർഡ് നമുക്കറിയാമല്ലോ. കീബോർഡ് ഒരു ഇൻപുട്ട് ഡിവൈസാണ്. കീബോർഡ്, അതുപോലെ തന്നെ മൗസ്, പിന്നെ ലൈറ്റ് പെന്ന്, കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്ന ലൈറ്റ് പെന്ന്, പിന്നെ നമ്മുടെ OMR അല്ലേ, പിന്നെ ബാർകോഡിങ്, പിന്നെ സ്കാനർ, ടച്ച് പാഡ്, പിന്നെ നമ്മുടെ മൗസിലെ റൈറ്റ് ക്ലിക്ക്, അതുപോലെ തന്നെ OMR, ഇങ്ങനെ തുടങ്ങിയതെല്ലാം നമ്മുടെ ഇൻപുട്ട് ഡിവൈസാണ്. ഇൻപുട്ട് ഡിവൈസുകൾ പഠിക്കാൻ എളുപ്പമാണ്. കീബോർഡ്, മൗസ്, ലൈറ്റ് പെന്ന്, OMR, ബാർകോഡ് റീഡിങ്, അതുപോലെ തന്നെ ബാർകോഡർ, അതുപോലെ തന്നെ ബാർകോഡ് സ്കാനർ, അല്ലാത്ത സ്കാനർ, ടച്ച് പാഡ്, റൈറ്റ് ക്ലിക്ക്, അതുപോലെ തന്നെ OMR ഷീറ്റ്. ഇത്രയുമാണ് നമ്മുടെ ഇൻപുട്ട് ഡിവൈസുകളെന്ന്. ഔട്ട്പുട്ട് ഡിവൈസുകൾ എന്ന് പറയുമ്പോൾ നമുക്ക് ഇങ്ങോട്ട് അതിൻ്റെ പ്രൊഡക്റ്റ് നമ്മൾ കൊടുക്കുന്നതിൻ്റെ എല്ലാം ഔട്ട്പുട്ടായിട്ട് തരുന്ന റിസൾട്ട് തരുന്നതാണ് ഔട്ട്പുട്ട് ഡിവൈസ് എന്ന് പറയുന്നത്. അതായത് പഠിക്കാൻ എളുപ്പമാണല്ലോ. മോണിറ്റർ, പ്രിൻ്റർ, പ്രൊജക്ടർ, പ്ലോട്ടർ, അതുപോലെ തന്നെ സ്പീക്കർ, ഹെഡ്ഫോൺ, അതുപോലെ തന്നെ പ്രിൻ്റർ. ക്ലിയർ ആയേ? മോണിറ്റർ, പ്രിൻ്റർ, പ്രൊജക്ടർ, പ്ലോട്ടർ,
സ്പീക്കർ, ഹെഡ്ഫോൺ, ഇതെല്ലാം നമ്മുടെ ഔട്ട്പുട്ട് ഡിവൈസാണ്. ക്ലിയർ ആയി? ഇത്ര ഔട്ട്പുട്ട് ഡിവൈസും ഇൻപുട്ട് ഡിവൈസും ക്ലിയർ ആയി. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ IT ആക്ടിൻ്റെ കുറച്ച് ബേസ് ആയിട്ടുള്ളത് പഠിക്കാനുണ്ട്. അതല്ല എന്ന് വെച്ച് WCPO CPO പോലെ അങ്ങ് ആഴത്തിൽ കയറി പഠിക്കേണ്ട, കുറച്ച് ബേസ് ലെവലിൽ നമുക്ക് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ IT ആക്ട് നിലവിൽ വന്ന വർഷം. IT ആക്ട് നിലവിൽ വന്ന വർഷവും തന്നിട്ടുണ്ട്, മാസമായിട്ടല്ല ഇവിടെ തന്ന തീയതി കറക്റ്റ് ഡേറ്റ് ആയിട്ട് തന്നെയാണ് പോകുന്നത്. അപ്പോൾ ഇതിന് ആൻസർ വരുന്നത് IT ആക്ട് നിലവിൽ വന്ന വർഷം ഞാൻ പെട്ടെന്ന് തന്നെ അങ്ങ് പറയാം, 17/10/2000 ആണ്. 17/10/2000 അതായത് ഒക്ടോബർ മാസമാണ്. ഒക്ടോബർ 2000 നമ്മുടെ IT ആക്ട് നിലവിൽ വന്ന വർഷം. അപ്പോൾ IT ആക്ട് പാസ്സാക്കിയ വർഷമോ? IT ആക്ട് പാസ്സാക്കിയത് എന്നാണ്? ജൂൺ 9 IT ആക്ട് പാസ്സാക്കിയത്. പിന്നെ IT ആക്ട് ഒരു വട്ടം ഭേദഗതി ചെയ്തിട്ടുണ്ട്. ആ ഭേദഗതി നിയമം പാസ്സാക്കിയത് 2008 ഡിസംബർ 23 IT ആക്ട് ഭേദഗതി നിയമം പാസ്സാക്കിയത്. അത് ഡിസംബർ ആയതുകൊണ്ടാണ് അടുത്ത വർഷം തന്നെ നിലവിൽ വന്നു. IT ആക്ട് ഭേദഗതി നിയമം നിലവിൽ വന്നത് 2009 ഒക്ടോബർ 27. ഈ ഡേറ്റ് നിങ്ങൾ ഡേറ്റ് അങ്ങ് കറക്റ്റായിട്ട് പഠിച്ചു പോകണേ. ഡേറ്റ് ഉറപ്പായിട്ടും PSCക്ക് വയ്ക്കും. കാരണം നമ്മൾ IT ആക്ടിൽ നിന്ന് ബേസ് ലെവൽ ക്വസ്റ്റ്യൻസ് ആണ് മെയിനായിട്ട് LDCക്ക് ചോദിക്കാറുള്ളത്. അപ്പോൾ IT ആക്ടിൻ്റെ ഡേറ്റ്സുകളെല്ലാം കാണാതല്ല നിങ്ങളങ്ങ് പഠിച്ചു വെക്കുക എന്നുള്ളതാണ് IT ആക്ടിൻ്റെ ഡേറ്റ്സ് എല്ലാം. പിന്നെ ഇതിനകത്ത് വരുന്നത് എന്താണ്? പിന്നെ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഇത് ബേസ് ലെവലേ ചോദിക്കത്തുള്ളൂ. IT ആക്ട് നിലവിൽ വന്ന വർഷം 17/10/2000. അതുപോലെ ഒന്നുകൂടെ പറയാം, IT ആക്ട് പാസ്സാക്കിയത് ജൂൺ 9 2000 ജൂൺ 9 പാസ്സാക്കി, ഒക്ടോബർ 17 നിലവിൽ വന്നു. 2000 ഒക്ടോബർ 17 നിലവിൽ വന്നു. IT ആക്ട് ഭേദഗതി നിയമം പാസ്സാക്കിയത് 2008 ഡിസംബർ 23. IT ആക്ട് ഭേദഗതി നിയമം നിലവിൽ വന്നത് 2009 ഒക്ടോബർ 27. മറക്കല്ലേ. അടുത്ത നമ്മൾ IT ആക്ടിൽ സൈബർ ടെററിസം എന്നതിനെ പ്രതിപാദിക്കുന്ന വകുപ്പ് ഏതാ? ഇനി കുറച്ച് വകുപ്പുകളൂടെ നമ്മൾ പഠിക്കാനുണ്ട്. ഇതിന് ആൻസർ വരുന്നത് 66F ആണ്. സൈബർ ടെററിസം എന്ന് പറയുമ്പോൾ അതിൻ്റെ ഇത് വരുന്നത് 66F ആണ്. സൈബർ ടെററിസം ജീവപര്യന്തം തടവ് കിട്ടാവുന്നൊരു ശിക്ഷയാണ്. അപ്പോൾ നമ്മൾ കുറച്ച് നിയമങ്ങൾ പഠിക്കേണ്ടതായിട്ടോ, കുറച്ച് സെക്ഷൻസ്, അധികം കാട് കയറി പഠിക്കേണ്ട കുറച്ച് സെക്ഷൻസ് പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പം ഞാൻ ഓരോന്നും പറഞ്ഞു പറയാം. ആദ്യം IT ആക്ട് സെക്ഷൻ 66 നമ്മുടെ ഹാക്കിംഗ് വരുന്നത്. IT ആക്ട് സെക്ഷൻ 66 ഹാക്കിംഗ് വരുന്നത്. ഹാക്കിംഗ് എന്താണെന്ന് എല്ലാവർക്കും അറിയാലോ. നമ്മൾ കുറച്ച് മുമ്പേ പഠിച്ചാണ്. അനധികൃതമായി മറ്റൊരാളുടെ കമ്പ്യൂട്ടർ സിസ്റ്റത്തിൽ പ്രവേശിക്കുകയോ നിയന്ത്രണത്തിൽ എടുക്കുകയോ കമ്പ്യൂട്ടർ പ്രോഗ്രാമുകൾ അഥവാ ഡാറ്റകൾ നശിപ്പിക്കുകയോ ചെയ്യുന്നതാണ് ഹാക്കിംഗ് വരുന്നത്. അപ്പോൾ ഹാക്കിങ്ങിൻ്റെ IT ആക്ടിലെ സെക്ഷനാണ് സെക്ഷൻ 66 വരുന്നത്. 66. അടുത്തത് നമ്മൾ പഠിക്കാനുള്ള മെയിൻ സെക്ഷൻ 66B ആണ് നമ്മുടെ സിലബസ് വന്നിട്ടുള്ളത്. സെക്ഷൻ 66B എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ മോഷ്ടിച്ച കമ്പ്യൂട്ടറുകൾ, മോഷ്ടിച്ച ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളൊക്കെ വിൽക്കുന്നതും വാങ്ങുന്നതിനും ഒക്കെയുള്ള ശിക്ഷയെക്കുറിച്ച് സംബന്ധിക്കുന്ന ആക്ടാണ്. സെക്ഷൻ 66B ആണ് IT ആക്ട്. സെക്ഷൻ 66B മാർക്കല്ലേ. മോഷ്ടിച്ച കമ്പ്യൂട്ടറുകൾ, മോഷ്ടിച്ച ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളൊക്കെ വാങ്ങുകയും വിൽപ്പന ചെയ്യുകയൊക്കെ ചെയ്യുന്നതാണ്. വിൽപ്പന ചെയ്യുന്നതിനുമൊക്കെ ഉള്ള ശിക്ഷയെക്കുറിച്ചാണ് സെക്ഷൻ 66B പറയുന്നത്. അടുത്ത നമ്മുടെ സെക്ഷൻ 66C IT ആക്ട് സെക്ഷൻ 66Cയിൽ പറയുന്നത് ഐഡൻറ്റിറ്റി മോഷണമാണ്. സെക്ഷൻ 66Cയിൽ പറയുന്നത് ഐഡൻറ്റിറ്റി മോഷണം. അതുപോലെ തന്നെ വ്യക്തിഗത മോഷണം. അതായത് അടുത്തത് സെക്ഷൻ 66D എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടർ വിവരങ്ങൾ ഉപയോഗിച്ച് ആൾമാറാട്ടം നടത്തി വഞ്ചിക്കുക എന്നതാണ്. വഞ്ചിക്കുന്നതിനുള്ള ശിക്ഷയാണ് സെക്ഷൻ 66D. അപ്പോൾ ഒന്നുകൂടെ പറയാം, സെക്ഷൻ 66D എന്താണ്? കമ്പ്യൂട്ടർ വിവരങ്ങൾ ഉപയോഗിച്ച് ആൾമാറാട്ടം നടത്തി വഞ്ചിക്കുന്നതിനുള്ള ശിക്ഷയാണ് സെക്ഷൻ 66D വരുന്നത്. അടുത്ത സെക്ഷൻ 66E. സെക്ഷൻ 66E എന്ന് പറയുമ്പോൾ സ്വകാര്യതാ ലംഘനമാണ്. സെക്ഷൻ 66E എന്ന് പറയുമ്പോൾ സ്വകാര്യതാ ലംഘനമാണ്. അതായത് നമുക്കറിയാം, ഒരു വ്യക്തിയുടെ അനുവാദമില്ലാതെ അയാളുടെ ചിത്രങ്ങളൊക്കെ എടുക്കുകയോ അത് ഇൻ്റർനെറ്റ് വഴിയൊക്കെ പ്രചരിപ്പിക്കുകയോ ചെയ്യുന്നത് ഈ സെക്ഷൻ പ്രകാരം കുറ്റകരമാണ്. അപ്പോൾ സെക്ഷൻ 66E സ്വകാര്യതാ ലംഘനം. മറക്കല്ലേ, സ്വകാര്യതാ ലംഘനം. നിങ്ങൾ ബേസ് അറിഞ്ഞിരുന്നാൽ മതി. സെക്ഷൻ 66E സ്വകാര്യതാ ലംഘനം. അടുത്ത നമ്മുടെ സെക്ഷൻ 67 IT ആക്ട് സെക്ഷൻ 67 അശ്ലീലം പ്രചരിപ്പിക്കൽ. സെക്ഷൻ 67 അശ്ലീലം പ്രചരിപ്പിക്കലാണ്. അതിൻ്റെ തന്നെ 2 സെക്ഷൻസ് ഉണ്ട്. അതിൻ്റെ കൂടെ തന്നെയുള്ള സെക്ഷൻ 67A എന്ന് പറഞ്ഞാൽ ലൈംഗിക അതിക്രമം പ്രചരിപ്പിക്കലാണ്. സെക്ഷൻ 67A എന്ന് പറയുന്നത് പോണോഗ്രഫി എന്ന് പറയും. സെക്ഷൻ 67A ലൈംഗികാതിക്രമം പ്രചരിപ്പിക്കൽ. സെക്ഷൻ 67B ഇമ്പോർട്ടൻ്റ് ആണ്. കുട്ടികൾക്കെതിരെയുള്ള ലൈംഗികാതിക്രമം പ്രചരിപ്പിക്കുന്നതിനുള്ള ശിക്ഷയാണ് സെക്ഷൻ 67B. അതായത് ചൈൽഡ് പോണോഗ്രഫി അതിനകത്താണ് വരുന്നത്. സെക്ഷൻ 67Bയിലാണ് വരുന്നത്. മറക്കല്ലേ.
അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ മെയിനായിട്ടുള്ള സെക്ഷൻസ് നമ്മുടെ സിലബസ് തന്നിട്ടുള്ള പഠിക്കേണ്ടതായിട്ടുള്ള ഇത്ര സെക്ഷൻസ് നിങ്ങൾ പഠിച്ചു വെക്കണം. IT ആക്ടിലെ കുറച്ച് സെക്ഷൻസേ ഉള്ളൂ, അത് ഇത്രയും അങ്ങ് പഠിച്ചു വെക്കണം. ഇതിനകത്തൊന്നൊരു ക്വസ്റ്റ്യൻ ചോദിക്കും. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. താഴെ പറയുന്നവയിൽ വിവരസാങ്കേതിക നിയമപ്രകാരം ജീവപര്യന്തം വരെ തടവ് ലഭിക്കാവുന്ന കുറ്റം ഏതാണ്? അപ്പം ഞാൻ ഓൾറെഡി കുറച്ച് മുമ്പേ പറഞ്ഞിരുന്നു, സെക്ഷൻ 66F ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. സൈബർ ടെററിസമാണ്. സൈബർ ടെററിസത്തിന് ജീവപര്യന്തം വരെ തടവ് ലഭിക്കാവുന്ന കുറ്റമാണ് ഈ സൈബർ ടെററിസം. സെക്ഷൻ 66F മറക്കല്ലേ. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. അടുത്ത നമ്മളിപ്പം തന്നെ പറഞ്ഞതാണ്, കുട്ടികളുടെ അശ്ലീല ചിത്രങ്ങൾ സാമൂഹ്യ മാധ്യമം വഴി വിതരണം ചെയ്ത് വിവരസാങ്കേതിക വിദ്യാ നിയമത്തിൽ ഏത് വകുപ്പ് പ്രകാരമാണ് കുറ്റകൃത്യമാകുന്നത്? കുട്ടികളുടെയാണ്. അപ്പോൾ ചൈൽഡ് പോണോഗ്രഫിയാണ്, കുട്ടികളുടെയാണ് വരുന്നത്, ചൈൽഡ് പോണോഗ്രഫിയാണ് വരുന്നത്. അപ്പോൾ ഇതിന് ആൻസർ ഏതാണ്? സെക്ഷൻ 67B ആണ്, വകുപ്പ് പ്രകാരമാണ് കുറ്റകരം. അപ്പോൾ സെക്ഷൻ 67B ആണ് ചൈൽഡ് പോണോഗ്രഫി വരുന്നത്. അതുപോലെ തന്നെ പോണോഗ്രഫി എന്ന് ചോദിക്കുമ്പോൾ സെക്ഷൻ 67A ആണ്. അതുപോലെ തന്നെ അശ്ലീലം പ്രചരിപ്പിക്കലിന് ഉള്ള സെക്ഷൻ എന്ന് പറയുമ്പോൾ 67 ആണ്, മറക്കല്ലേ. അശ്ലീലം പ്രചരിപ്പിക്കൽ 67. അതുപോലെ തന്നെ 67A ലൈംഗിക അതിക്രമം പ്രചരിപ്പിക്കൽ അഥവാ പോണോഗ്രഫി. സെക്ഷൻ 67B കുട്ടികൾക്കെതിരെയുള്ള ലൈംഗിക അതിക്രമം പ്രചരിപ്പിക്കൽ അഥവാ ചൈൽഡ് പോണോഗ്രഫിയാണ് സെക്ഷൻ 67Bയിൽ വരുന്നത്, മറക്കല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. IT ആക്ടിലെ സെക്ഷൻ 66C എന്തിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്? നമ്മൾ കുറച്ച് മുമ്പ് പറഞ്ഞാണ് IT ആക്ടിലെ സെക്ഷൻ 66C ആണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. 66C എന്തിനുള്ളതാണ്? നമ്മൾ കുറച്ച് മുമ്പ് പഠിച്ചാണ്, ഐഡൻറ്റിറ്റി മോഷണമാണ്. അതായത് ഐഡൻറ്റിറ്റി മോഷണത്തിനുള്ള ശിക്ഷയാണ് സെക്ഷൻ 66C വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഏതാണ്? ഓപ്ഷൻ C ആണ് വരുന്നത്. സെക്ഷൻ 66C എന്ന് പറയുന്നത് ഐഡൻറ്റിറ്റി മോഷണത്തിനുള്ള ശിക്ഷയാണ്. അതുപോലെ തന്നെ സൈബർ ഭീകരതയ്ക്കുള്ള ശിക്ഷ ഏതാണ്? 66F ആണ്. സെക്ഷൻ 66F ആണ് സൈബർ ടെററിസം വരുന്നത്. അതുപോലെ തന്നെ കമ്പ്യൂട്ടർ സിസ്റ്റത്തിലേക്കുള്ള അനധികൃത പ്രവേശനത്തിനുള്ള ഈ സെക്ഷൻ ഏതാണ് വരുന്നത്? ഹാക്കിംഗ് അല്ലേ, സെക്ഷൻ 66. അതുപോലെ തന്നെ ഓൺലൈനിൽ അശ്ലീലമായ കാര്യങ്ങൾ പ്രസിദ്ധീകരിക്കുക പ്രക്ഷേപണം ചെയ്യുന്നതിനുള്ള ശിക്ഷ വരുന്ന ഏത് സെക്ഷനാണ്? സെക്ഷൻ 67 അല്ലേ, അശ്ലീലം പ്രചരിപ്പിക്കൽ. ക്ലിയർ ആയോ? അടുത്തത് താഴെ പറയുന്നതിൽ വിവരസാങ്കേതിക നിയമപ്രകാരം ജീവപര്യന്തം വരെ തടവ് ലഭിക്കാവുന്ന കുറ്റം ഏതാണ്? അപ്പോൾ അത് പിന്നെ റിപ്പീറ്റ് ചെയ്തു, സൈബർ ടെററിസം സെക്ഷൻ 66F മറക്കല്ല്. അടുത്ത ക്വസ്റ്റ്യൻ സെക്കൻഡറി സ്റ്റോറേജ് ഡിവൈസിന് ഉദാഹരണം. സെക്കൻഡറി സ്റ്റോറേജ് ഡിവൈസിന് ഉദാഹരണമാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. സെക്കൻഡറി സ്റ്റോറേജ് ഡിവൈസിന് ഉദാഹരണമാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഏതൊക്കെയാണ് തന്നിട്ടുള്ളത്? മാഗ്നറ്റിക് ഡിസ്ക് തന്നിട്ടുണ്ട്, റാം തന്നിട്ടുണ്ട്, റോം തന്നിട്ടുണ്ട്, ക്യാഷെ മെമ്മറി തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിന് ആൻസർ വരുന്നത് മാഗ്നറ്റിക് ഡിസ്ക് ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. സെക്കൻഡറി സ്റ്റോറേജ് ഡിവൈസ് ആണ് മാഗ്നറ്റിക് ഡിസ്ക്. റാം, റോം, ക്യാഷെ മെമ്മറി ഒക്കെ പ്രൈമറി സ്റ്റോറേജ് ഡിവൈസ് ആണ് വരുന്നത്. അടുത്തത് വെബ് പേജുകൾ സൃഷ്ടിക്കാൻ ഉപയോഗിക്കുന്നു. അതായത് വെബ് പേജുകൾ സൃഷ്ടിക്കാൻ ഉപയോഗിക്കുന്ന ഏതാണ്? ഇതിനകത്ത് വെബ് പേജുകൾ സൃഷ്ടിക്കാൻ ഉപയോഗിക്കുന്ന ഏതാണെന്ന് വെച്ചാൽ, അപ്പം ഇത് പെട്ടെന്ന് തന്നെ പറയാനേ ഉള്ളൂ. അത് അഡോബ് റീഡർ അല്ല, പെയിൻറ്റർ അല്ല, അതുപോലെ തന്നെ SQL അല്ല. അപ്പോൾ HTML ആണ്. നമുക്കറിയാം പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ് HTML. അതുകൊണ്ട് എന്തിനാണ് യൂസ് ചെയ്യുന്നത് HTML? വെബ് പേജുകളൊക്കെ ക്രിയേറ്റ് ചെയ്യാനാണ് HTML യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഓപ്ഷൻ C HTML ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ ഓർത്ത് വെച്ചാൽ വെബ് പേജുകളൊക്കെ സൃഷ്ടിക്കാൻ ഉപയോഗിക്കുന്നതാണ് HTML പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് കേട്ടോ. അടുത്തത് ഡാറ്റ പ്രോസസ്സിംഗ് ചെയ്യുന്നതിനുള്ള ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. ഡാറ്റ പ്രോസസ്സ് ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ജിംബ് എന്ന് പറഞ്ഞാൽ എന്താണ്? വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ, വീഡിയോ ഫോട്ടോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ആണ് ജിംബ്. MS പവർ പോയിന്റ് എന്താണ്? സ്ലൈഡ് പ്രസൻറ്റേഷനൊക്കെ ഉപയോഗിക്കുന്നതാണ് MS പവർ പോയിന്റ് വരുന്നത്. MS വേർഡ് എന്താണ്? ഡോക്യുമെൻ്റ് ഒക്കെ തയ്യാറാക്കാനാണ് ഇവിടെ. അപ്പോൾ ആൻസർ ഏതാണ്? സ്പ്രെഡ്ഷീറ്റ് ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. സ്പ്രെഡ്ഷീറ്റ് ഓപ്ഷൻ D ആണ്. അടുത്തത് നമുക്ക് നോക്കാം. അടുത്തത് ആരാണ് വേൾഡ് വൈഡ് വെബ് കണ്ടുപിടിച്ചത്? WWW കണ്ടുപിടിച്ചത് ആരാണെന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ആരാണ് കണ്ടുപിടിച്ചത്? അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ D ടീം ബേർണേഴ്സ്ലി ആണ്. ടീം ബേർണേഴ്സ്ലി ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. അതായത് വേൾഡ് വൈഡ് വെബ് കണ്ടുപിടിച്ചത് ടീം ബേർണേഴ്സ്ലി ആണ് കണ്ടുപിടിച്ചത്. അപ്പം ഓർത്ത് വെച്ചാണ് WWW കണ്ടുപിടിച്ചത് ആരാണ്? അതായത് വേൾഡ് വൈഡ് വെബ് അഥവാ WWW കണ്ടുപിടിച്ചത് ആരാണ്? ടീം ബേർണേഴ്സ്ലി മറക്കല്ലേ. അടുത്തത് ടോപ്പ് 500 റാങ്കിങ് പ്രകാരം നിലവിലെ ഏറ്റവും വേഗതയേറിയ സൂപ്പർ കമ്പ്യൂട്ടർ ഏതാണ്? അപ്പോൾ നിലവിലെ ഏറ്റവും വേഗതയേറിയ സൂപ്പർ കമ്പ്യൂട്ടർ, അപ്പോൾ എന്താണ്? കറണ്ട് അഫെയർ ടോപ്പിക്കിലോട്ട് വരുന്നുണ്ട്. കറണ്ട് അഫെയർ ആണ്. അപ്പം റാങ്കിങ്ങിൽ നിലവിലെ ഏറ്റവും വേഗതയേറിയ സൂപ്പർ കമ്പ്യൂട്ടർ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ A ആണ്. ഫ്രോണ്ടിയർ HPE ക്രേ XEX 235A ആണ്. അപ്പോൾ ഫ്രോണ്ടിയർ HPE ആണ്.
ഫോണ്ടിയർ HPE ക്രേ EX235A ആണ് ഇവിടെ നമ്മുടെ ഇത് നിലവിലെ ഏറ്റവും വേഗതയേറിയ സൂപ്പർ കമ്പ്യൂട്ടറായിട്ട് വരുന്നത്. അതിനു മുമ്പേ ഫുഗാക്കു സൂപ്പർ കമ്പ്യൂട്ടറാണ്. അപ്പോൾ അതിനെ മറികടന്നാണ് ഇപ്പോൾ ഫോണ്ടിയർ HPE ക്രേ EX235A ആണ് ഇപ്പോൾ നിലവിലത്തെ ഏറ്റവും വേഗതയേറിയ സൂപ്പർ കമ്പ്യൂട്ടർ. ക്ലിയർ ആയോ? അടുത്തത് മൈക്രോസോഫ്റ്റ് കോർപ്പറേഷൻ നൽകുന്ന സെർച്ച് എഞ്ചിൻ ഏതാണ്? അപ്പോൾ മൈക്രോസോഫ്റ്റ് കോർപ്പറേഷൻ നൽകുന്ന സെർച്ച് എഞ്ചിൻ ഏതാണ്? അപ്പോൾ നമുക്കത് അറിയാം, ബിങ് ആണ്. നമ്മളറിയാം മൈക്രോസോഫ്റ്റ് എൻ്റെ എഡ്ജിലൊക്കെ കയറി കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ കാണുന്നത് എന്താണ്? ഗൂഗിൾ അല്ല അവിടെ കാണുന്നത്. അവിടെ കാണുന്നത് എന്താണ്? ബിങ് ആണ് കാണുന്നത്. നമുക്ക് ആദ്യമേ വരുന്ന വിൻഡോ ബിങ്ങിൻ്റെ വിൻഡോ ആണ് വരുന്നത്. അപ്പം മൈക്രോസോഫ്റ്റ് കോർപ്പറേഷൻ നൽകുന്ന സെർച്ച് എഞ്ചിൻ ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? ബിങ് ആണ്. ഓപ്ഷൻ ഡി ബിങ് ആണ് വരുന്നത്. ബാക്കി ഇതെല്ലാം സെർച്ച് എഞ്ചിൻസ് ആണ്. ഡക്ഡക്കോയും ബൈഡുവും യാൻഡെക്സും ഒക്കെ സെർച്ച് എഞ്ചിൻസ് ആണ്. നമ്മൾ കുറച്ച് മുമ്പ് പറഞ്ഞാണല്ലോ. അടുത്തത് മെമ്മറിയുമായിട്ട് ബന്ധപ്പെട്ട SSDയുടെ പൂർണ്ണ രൂപം എന്താണ്? SSDയുടെ പൂർണ്ണ രൂപം എന്താണ്? SSDയുടെ പൂർണ്ണ രൂപം ഇപ്പോഴേ അങ്ങ് പഠിച്ചു പോകും. സോളിഡ് സ്റ്റേറ്റ് ഡ്രൈവ് ആണ്. SSD എന്ന് പറഞ്ഞാൽ സോളിഡ് സ്റ്റേറ്റ് ഡ്രൈവ്. SSD എന്ന് പറഞ്ഞാൽ എന്താണ്? സോളിഡ് സ്റ്റേറ്റ് ഡ്രൈവ്. അതുപോലെ തന്നെ SSDയുടെ കൂടെ HDD ഉണ്ട്. അതും പരീക്ഷയ്ക്ക് പ്രീവിയസ് ആയിട്ട് ചോദിച്ചാണ്. നമ്മളത് ക്വസ്റ്റ്യൻ HDD എന്ന് പറഞ്ഞാൽ എന്താണ്? ഹാർഡ് ഡിസ്ക് ഡ്രൈവ് ആണ്. HDD എന്ന് പറഞ്ഞാൽ ഹാർഡ് ഡിസ്ക് ഡ്രൈവ്. SSD എന്ന് പറഞ്ഞാൽ സോളിഡ് സ്റ്റേറ്റ് ഡ്രൈവ്. SSD സോളിഡ് സ്റ്റേറ്റ് ഡ്രൈവ്, HDD ഹാർഡ് ഡിസ്ക് ഡ്രൈവ്. അടുത്തത് നമ്മുടെ ഒരു ഹൈപ്പർ ലിങ്ക് സൃഷ്ടിക്കാൻ ഉപയോഗിക്കുന്ന HTML ടാഗ് ഏതാണ്? അപ്പോൾ ഒരു ഹൈപ്പർ ലിങ്ക് സൃഷ്ടിക്കാൻ ഉപയോഗിക്കുന്ന HTML ടാഗ് ഏതാണ്? ഇപ്പോഴേ അങ്ങ് പഠിച്ചു നോക്കുക. ഇതിന് ആൻസർ ഓപ്ഷൻ ബി A ആണ്. ഈ ടാഗാണ് യൂസ് ചെയ്യുന്നത് ഒരു ഹൈപ്പർ ലിങ്ക് സൃഷ്ടിക്കാൻ. അപ്പോൾ ഒരു ഹൈപ്പർ ലിങ്ക് സൃഷ്ടിക്കാൻ ഉപയോഗിക്കുന്ന HTML ടാഗ് ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ് പറയും? ഈ ടാഗാണ്. A ടാഗാണ് വരുന്നത് കേട്ടോ. അടുത്തത് ഇന്ത്യൻ ശാസ്ത്രജ്ഞർ വികസിപ്പിച്ച സൂപ്പർ കമ്പ്യൂട്ടർ തിരഞ്ഞെടുക്കുക. അപ്പോൾ ഇന്ത്യൻ ശാസ്ത്രജ്ഞർ വികസിപ്പിച്ച സൂപ്പർ കമ്പ്യൂട്ടർ ഏതാണ്? ആൻസർ ഏതാണ്? ഓപ്ഷൻ എ പരം ആണ്. PARAM പരം ആണ്. ഇന്ത്യൻ ശാസ്ത്രജ്ഞർ വികസിപ്പിച്ച സൂപ്പർ കമ്പ്യൂട്ടറാണ് പരം. ക്ലിയർ ആയോ? അടുത്തത് താഴെ പറയുന്നതിൽ വോളറ്റൈൽ മെമ്മറിക്ക് ഉദാഹരണം ഏതാണ്? താഴെ പറയുന്നതിൽ വോളറ്റൈൽ മെമ്മറിക്ക് ഉദാഹരണം ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. വോളറ്റൈൽ മെമ്മറി. അപ്പം വോളറ്റൈൽ മെമ്മറിക്ക് ഉദാഹരണം ഏതാണെന്ന് ചോദിക്കുന്നത്. റോം തന്നിട്ടുണ്ട്, റാം തന്നിട്ടുണ്ട്, ഹാർഡ് ഡിസ്ക് തന്നിട്ടുണ്ട്, ഫ്ലാഷ് മെമ്മറി തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വോളറ്റൈൽ മെമ്മറിക്ക് ഉദാഹരണമായിട്ട് വരുന്നത് ഏതാണ്? വോളറ്റൈൽ ഓപ്ഷൻ ബി ആണ്. റാം ആണ്. റാൻഡം ആക്സസ് മെമ്മറിയാണ് വോളറ്റൈൽ മെമ്മറിക്ക് ഉദാഹരണമായിട്ട് വരുന്നത്. അപ്പം ഈ വോളറ്റൈൽ മെമ്മറി എന്ന് പറഞ്ഞാൽ എന്താണ്? അസ്ഥിരമായിട്ടുള്ള മെമ്മറിയാണ് വരുന്നത്. അതുപോലെ തന്നെ നോൺ വോൾട്ടൈൽ മെമ്മറി ഉണ്ട്. അപ്പം നമുക്ക് ആദ്യം അറിയണം റാം എന്താണെന്ന് അറിയണം. നോൺ വോൾട്ടൈൽ മെമ്മറിയാണ് റോമായിട്ട് വരുന്നത്. റീഡ് ഓൺലി മെമ്മറിയാണ് നമ്മുടെ നോൺ വോൾട്ടൈൽ മെമ്മറി ആയിട്ട് വരുന്നത്. വോൾട്ടൈൽ മെമ്മറി എന്ന് പറയുമ്പോൾ റാം ആണ്. അപ്പോൾ എന്താണ് ആദ്യം റാം എന്നറിയണം. അതായത് റാം എന്ന് പറയുമ്പോൾ റാൻഡം ആക്സസ് മെമ്മറിയാണ്. റാൻഡം ആക്സസ് മെമ്മറിയാണ്. അതുപോലെ തന്നെ നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെയൊക്കെ വർക്കിംഗ് മെമ്മറി എന്നും ഈ റാമിനെ അറിയപ്പെടുന്നതാണ്. അത് റീഡ് റൈറ്റ് മെമ്മറിയാണ് ഈ റാം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വോളറ്റൈൽ മെമ്മറി കൂടിയാണ് ഈ റാം എന്ന് പറയുന്നത് കേട്ടോ. റീഡ് റൈറ്റ് മെമ്മറിയാണ്. അതുപോലെ തന്നെ വോളറ്റൈൽ മെമ്മറി കൂടിയാണ് ഈ റാം എന്ന് പറയുന്നത്. മറക്കല്ലേ. അടുത്ത നമ്മുടെ റോം എന്ന് പറയുമ്പോൾ എന്താണ്? റീഡ് ഓൺലി മെമ്മറിയാണ്. റോം എന്ന് പറയുന്നത്. റീഡ് ഓൺലി മെമ്മറിയാണ് റോം എന്ന് പറയുന്നത്. റോം എന്ന് പറയുമ്പോൾ ഒരു നോൺ വോൾട്ടൈൽ മെമ്മറിയാണ്. അതുപോലെ തന്നെ കമ്പ്യൂട്ടർ ടേൺ ഓഫ് ചെയ്താലും വിവരങ്ങൾ നഷ്ടമാവാത്ത മെമ്മറിയാണ്. ഈ മെമ്മറികൾ അതുകൂടെ ഞാൻ പറഞ്ഞിട്ട് പോകാം. ഈ മെമ്മറികൾ മെമ്മറി യൂണിറ്റ് എന്ന് പറയുമ്പോൾ രണ്ട് തരത്തിലുള്ള മെമ്മറി യൂണിറ്റുകളുണ്ട്. ഒന്ന് പ്രൈമറി മെമ്മറി ഉണ്ട്, ഒന്ന് അതുപോലെ തന്നെ സെക്കൻഡറി മെമ്മറി ഉണ്ട്. ഈ പ്രൈമറി മെമ്മറിയിൽ വരുന്നതാണ് നമ്മുടെ ഈ റാമും അതുപോലെ തന്നെ റോമും വരുന്നത്. ഈ റാം എന്ന് പറഞ്ഞാൽ ഒരു താൽക്കാലിക മെമ്മറിയാണ്. റാം അതായത് വോളറ്റൈൽ മെമ്മറിക്ക് ഉദാഹരണമാണ് റാം എന്ന് പറയുന്നത്. അതായത് നമ്മളിപ്പോൾ കമ്പ്യൂട്ടറൊക്കെ പവർ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ റാമിലെ ഡാറ്റകളെല്ലാം നഷ്ടപ്പെട്ടു. അതാണ് ഈ വോളറ്റൈൽ മെമ്മറി എന്ന് ഉദ്ദേശിക്കുന്നത്. റാമിൽ നിന്ന് ഹാർഡ് ഡിസ്കിലേക്ക് വിവരം കടത്തുന്ന പ്രക്രിയയാണ് സേവിംഗ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ റീഡ് റൈറ്റ് മെമ്മറി എന്നും ഈ റാമിനെ അറിയപ്പെടുന്നു. അതുപോലെ തന്നെ റാം പ്രധാനമായിട്ട് രണ്ട് തരത്തിലുള്ള റാമുണ്ട്. സ്റ്റാറ്റിക് റാമും ഡൈനാമിക് റാമും ഉണ്ട്. ജസ്റ്റ് എന്ന് അറിഞ്ഞിരുന്നാൽ മതി. അടുത്ത നമ്മുടെ റോം ആണ് വരുന്നത്. റീഡ് ഓൺലി മെമ്മറി. ആ പ്രൈമറി മെമ്മറിയിൽ രണ്ടാമത്തെയാണ് റോം വരുന്നത്. റോം ഒരു സ്ഥിര മെമ്മറിയാണ്. അതായത് നോൺ വോൾട്ടൈൽ മെമ്മറിക്ക് ഉദാഹരണമാണ് റോം. അതായത് നമ്മൾ കമ്പ്യൂട്ടർ പവർ ഓഫ് ചെയ്യുമ്പോഴൊന്നും റോമിൽ സൂക്ഷിച്ചിരുന്ന ഡാറ്റകൾ നഷ്ടമാവത്തില്ല റോമിൽ. അതുപോലെ തന്നെ അതോടെ ഓർത്ത് വെച്ചോ, റോമിൽ സൂക്ഷിച്ചിരിക്കുന്ന പ്രോഗ്രാമുകൾ അറിയപ്പെടുന്നത് ഫേം വയറുകളാണ്. വെയർ എന്നാണ് റോമിൽ സൂക്ഷിച്ചിരിക്കുന്ന പ്രോഗ്രാമുകൾ അറിയപ്പെടുന്നത്. ഫേം വയറുകൾ
ക്ലിയർ ആയോ? അടുത്ത ഈ ഹാർഡ് ഡിസ്കും ഫ്ലാഷ് മെമ്മറിയൊക്കെ സെക്കൻഡറി മെമ്മറീസ് ആണ്. ഹാർഡ് ഡിസ്കും ഫ്ലാഷ് മെമ്മറിയൊക്കെ സെക്കൻഡറി മെമ്മറീസ് ആണ്. അതായത് കമ്പ്യൂട്ടറിന് പുറത്ത്, അതായത് കമ്പ്യൂട്ടറിൻ്റെ മെയിൻ മെമ്മറി എന്ന് പറയുമ്പോൾ പ്രൈമറി മെമ്മറിയാണ്, റാമും റോമും ഒക്കെയാണ്. അതുപോലെ തന്നെ സെക്കൻഡറി മെമ്മറി എന്ന് പറയുമ്പോൾ കമ്പ്യൂട്ടറിന് പുറത്ത് വിവരങ്ങൾ സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്നവയാണ് സെക്കൻഡറി മെമ്മറി എന്ന് പറയുന്നത്. അതായത് നമുക്ക് CPU-വിന് നേരിട്ട് വിവരങ്ങൾ പ്രോസസ്സ് ചെയ്യാൻ കഴിയാത്ത മെമ്മറി യൂണിറ്റാണ് ഈ സെക്കൻഡറി മെമ്മറി എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? അതുപോലെ പ്രധാന സെക്കൻഡറി മെമ്മറീസ് ആണ് ഈ ഫ്ലോപ്പി ഡിസ്ക്, ഹാർഡ് ഡിസ്ക്, കോമ്പാക്ട് ഡിസ്ക്, പെൻ ഡ്രൈവ്. ക്ലിയർ ആയോ? അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇവിടെ ഏതാണ് പറയുന്നത്? ഹാർഡ് ഡിസ്ക്. ഹാർഡ് ഡിസ്ക് എന്ന് പറയുന്നത് എന്താണ്? ഹാർഡ് ഡിസ്കിൻ്റെ മെമ്മറി അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ആണ്. ഹാർഡ് ഡിസ്ക് എന്ന് പറയുമ്പോൾ ജസ്റ്റ് നിങ്ങൾ ഇത്ര ഓർത്ത് വെച്ചാൽ ഹാർഡ് ഡിസ്ക് എന്ന് പറയുമ്പോൾ വിവരങ്ങൾ ശേഖരിച്ച് വെക്കുന്ന ഒരു ഉപകരണമാണ് ഹാർഡ് ഡിസ്ക് എന്ന് പറയുന്നത്. അതുപോലെ കമ്പ്യൂട്ടറിൻ്റെ മെയിൻ സ്റ്റോർ ഹൗസ് ആണ് ഈ ഹാർഡ് ഡിസ്ക്. കമ്പ്യൂട്ടറിൻ്റെ മെയിൻ സ്റ്റോർ ഹൗസ് ആണ് ഈ ഹാർഡ് ഡിസ്ക്. അതുപോലെ തന്നെ ഹാർഡ് ഡിസ്കിൻ്റെ സംഭരണശേഷി അളക്കുന്ന യൂണിറ്റ് ആണ് ജിഗാബൈറ്റ്. അതുപോലെ തന്നെ ഹാർഡ് ഡിസ്കിൻ്റെ വേഗത അളക്കുന്ന യൂണിറ്റ് ആണ് RPM. RPM എന്ന് പറഞ്ഞാൽ റെവല്യൂഷൻസ് പെർ മിനിറ്റ് ആണ്. RPM എന്ന് പറയുന്നത്. അടുത്ത ഫ്ലാഷ് മെമ്മറിയാണ്. ഫ്ലാഷ് മെമ്മറി എന്ന് പറയുന്നതിനകത്ത് വരുന്ന ഉദാഹരണങ്ങളാണ് ഈ പെൻ ഡ്രൈവ്, മെമ്മറി കാർഡ്, CD ഒക്കെ വരുന്നത്. ക്ലിയർ ആയോ? പെൻ ഡ്രൈവ്, മെമ്മറി കാർഡ്, CD ഒക്കെ വരത്തില്ലേ? അതൊക്കെയാണ് ഈ ഫ്ലാഷ് മെമ്മറീസ്, ഫ്ലാഷ് മെമ്മറിയുടെ ഉദാഹരണമായിട്ട് വരുന്നത്. ക്ലിയർ ആയോ? ഇത്രയും ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്ത പോയിന്റിലോട്ട് പോവാം. അടുത്തത് ശാശ്വതമായ ഡാറ്റ സംഭരിക്കുന്നതിന് താഴെ പറയുന്നവയിൽ ഏതാണ് ഉപയോഗിക്കുന്നത്? അപ്പോൾ ശാശ്വതമായ ഡാറ്റ സംഭരിക്കുന്നതിന് താഴെ പറയുന്നവയിൽ ഏതാണ് ഉപയോഗിക്കുന്നത് എന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. റാം ആണോ? റാം എന്താ ഒരിക്കലും ഡാറ്റ സംഭരിക്കുന്നില്ല റാം. അപ്പോൾ റാം അല്ല. അതുപോലെ തന്നെ ഹാർഡ് ഡിസ്ക് സംഭരിക്കാൻ പറ്റും ഡാറ്റകൾ. അപ്പോൾ ഹാർഡ് ഡിസ്ക് ആണ്. അതുപോലെ തന്നെ ക്യാഷെ മെമ്മറി ആണോ? അല്ല. ക്യാഷെ മെമ്മറി അല്ല. അപ്പോൾ ഏതാണ് വരുന്നത്? DVD ആണല്ലോ. DVD നമുക്ക് ഡാറ്റകൾ സംഭരിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഹാർഡ് ഡിസ്കും സംഭരിക്കാൻ പറ്റും. റാമിലും പറ്റത്തില്ല, ക്യാഷെ മെമ്മറിയിലും ഡാറ്റകൾ സംഭരിക്കാൻ കഴിയില്ല. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഏതാണ് വരുന്നത്? 2ഉം 4ഉം അല്ലേ? 2, 4 ഏതാ? ഓപ്ഷൻ C ആണ് വരുന്നത്. ഓപ്ഷൻ C ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഹാർഡ് ഡിസ്കും DVD-യും ആണ്. ക്ലിയർ ആയോ? അടുത്ത നമുക്ക് നോക്കാം. താഴെ നൽകിയിരിക്കുന്നവയിൽ നിന്ന് ക്ഷുദ്രകരമായ സോഫ്റ്റ്വെയർ തിരഞ്ഞെടുക്കുക. അപ്പോൾ താഴെ നൽകിയിരിക്കുന്നവയിൽ നിന്ന് ക്ഷുദ്രകരമായ സോഫ്റ്റ്വെയർ തിരഞ്ഞെടുക്കുക എന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഏതൊക്കെയാണ്? ഡിവൈസ് ഡ്രൈവർ, ആൻറ്റിവൈറസ്, ഫയർവാൾ, കീലോഗർ. അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ D, കീലോഗർ ആണ്. ബാക്കിയെല്ലാം നമുക്ക് ഫയർവെയർ ആയിട്ട്, ആൻറ്റിവൈറസ് ആയിട്ട്, ഡിവൈസ് ഡ്രൈവർ ആയിക്കട്ടെ, ഇതെല്ലാം ഒരു ക്ഷുദ്രകരമായ സോഫ്റ്റ്വെയർ അല്ല. അപ്പോൾ ഇവിടെ ക്ഷുദ്രകരമായ സോഫ്റ്റ്വെയർ എന്ന് ഉദ്ദേശിക്കുന്നത് ഇവിടെ ഓപ്ഷൻ D, കീലോഗർ ആണ്. ക്ലിയർ ആയ? അടുത്തത് താഴെ നൽകിയിരിക്കുന്നവ ചേരുംപടി ചേർക്കുക എന്നാണ്. അപ്പോൾ ഏതൊക്കെയാണ് ഇവിടെ തന്നത്? ഒറാക്കിൾ, ഫേസ്ബുക്ക്, ജിംബ്, ഗൂഗിള്. അപ്പം ഇതൊക്കെ എന്തുവെന്നാണ് നമ്മൾ ഇപ്പുറത്ത് ചേർക്കേണ്ടത്. അപ്പോൾ ഫസ്റ്റ് അറിയാവുന്നതങ്ങ് ചേർക്കുക. ഫസ്റ്റ് നമുക്ക് അറിയാവുന്ന ഏതാണ്? നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നത് ഫേസ്ബുക്കാണ്. ഫേസ്ബുക്ക് ഒരു സോഷ്യൽ മീഡിയ എന്ന് നമുക്കറിയാം. അപ്പോൾ എന്താണ്? ഫേസ്ബുക്ക് ഈ സോഷ്യൽ മീഡിയ ആണ്. അടുത്ത നമ്മൾ ഗൂഗിള് അടുത്ത നമ്മൾ ഏതാണ്? ഗൂഗിൾ എല്ലാം വരുന്നത്. ഗൂഗിൾ ഏതാണ്? ഗൂഗിൾ ഒരു സെർച്ച് എഞ്ചിൻ ആണെന്ന് നമുക്കറിയാം. അപ്പം 4B. അടുത്തത് ജിംബ് എന്താണ്? ജിംബ് ഒരു ഇമേജ് എഡിറ്ററാണ് നമുക്കറിയാം. ജിംബ് എന്ന് പറയുന്നത് ഒരു ഇമേജ് എഡിറ്ററാണെന്ന് പറയും. അപ്പോൾ ഒറാക്കിളോട് അറിയാൻ നമുക്ക് ഇത് തീർക്കാൻ പറ്റത്തില്ല. ഒറാക്കിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പം ഒറാക്കിൾ എന്ന് പറഞ്ഞാൽ RDBMS ആണ് ഒറാക്കിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഏതാണ് ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്? ഓപ്ഷൻ C ആണ് ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ C ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. 1F, 2E, 3A, 4B. അപ്പോൾ ഒന്നുകൂടെ പറയാം. ഒറാക്കിൾ എന്ന് പറഞ്ഞാൽ RDBMS ആണ്. ഫേസ്ബുക്ക് എന്താണ്? സോഷ്യൽ മീഡിയ ആണ്. ജിംബ് എന്താണ്? ഇമേജ് എഡിറ്റർ ആണ്. ഗൂഗിൾ എന്ന് പറഞ്ഞാൽ സെർച്ച് എഞ്ചിനാണ്. ക്ലിയർ ആയ? അടുത്തത് നമ്മുടെ ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി ICTയുടെ സഹായത്തോടെ സർക്കാർ സേവനങ്ങൾ സൗകര്യപ്രദവും കാര്യക്ഷമവും സുതാര്യവുമായ രീതിയിൽ പൗരന്മാരിലേക്ക് എത്തിക്കുന്നതിനുള്ള സംവിധാനമാണ് ഇ-ഗവേൺസ്. സംവിധാനമാണ് ഏതാണെന്ന് ചോദിച്ചേക്കുന്നത്. ഇ-ഗവേൺസ് ഉണ്ട്, ഇൻ്റർനെറ്റ് ഉണ്ട്, LAN ഉണ്ട്, WAN ഉണ്ട്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം ഇ-ഗവേൺസ് ഇതെല്ലാവർക്കും അറിയാവുന്നൊരു പോയിന്റാണ്. ഇ-ഗവേൺസ് ആണല്ലോ നമ്മുടെ സുതാര്യമായ രീതിയിലൊക്കെ സർക്കാർ സംവിധാനങ്ങൾ പൗരന്മാരിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി രൂപീകരിച്ചതാണ് ഇ-ഗവേൺസ് എന്ന് പറഞ്ഞത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ A, ഇ-ഗവേൺസ് ആണ് വരുന്നത്. ക്ലിയർ ആയോ? അടുത്ത താഴെ പറയുന്നതിൽ പോയിന്റിംഗ് ഉപകരണം അല്ലാത്തത്. അപ്പോൾ നമുക്കറിയാം നമ്മുടെ ഇൻപുട്ട് ഡിവൈസസ് പോയിന്റിംഗ് ഉപകരണമെന്നും നോൺ പോയിന്റിംഗ് ഉപകരണമെന്നും പോയിന്റിംഗ് ഡിവൈസസ് എന്നും അതുപോലെ തന്നെ നോൺ പോയിന്റിംഗ് ഡിവൈസസ് എന്നും രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഇവിടെ പോയിന്റിംഗ് ഉപകരണം അല്ലാത്തത് ഏതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം മൗസ് ഒരു പോയിന്റിംഗ് ഉപകരണമാണ്.
അതുപോലെ തന്നെ ടച്ച് സ്ക്രീൻ ഒരു പോയിൻറ്റിംഗ് ഉപകരണമാണ്, ജോയ്സ്റ്റിക് ഒരു പോയിൻറ്റിംഗ് ഉപകരണമാണ്. ബാർകോഡ് റീഡർ ഒരിക്കലും ഒരു പോയിൻറ്റിംഗ് ഉപകരണം അല്ല. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഏതാണ്? ഓപ്ഷൻ സി, ബാർകോഡ് റീഡർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഒരു പ്രോഗ്രാമിംഗ് ഭാഷയിൽ പ്രഖ്യാപന പ്രസ്താവനകൾ ഉപയോഗിക്കുന്നത് എന്തിനാണ്? അപ്പോൾ ഒരു പ്രോഗ്രാമിംഗ് ഭാഷയിൽ പ്രഖ്യാപന പ്രസ്താവനകൾ ഉപയോഗിക്കുന്നത് എന്തിനാണ്? അപ്പോൾ എന്തിനാണ്? ഓപ്ഷൻ ഓരോന്ന് നോക്കാം. ഒരു വേരിയബിലിറ്റിയിൽ നിന്ന് വില നൽകുന്നതിന്, മെമ്മറിയിൽ ഡാറ്റ സംഭരിക്കുന്നതിന്, വേരിയബിളിൻ്റെ വില ഉപഭോക്താവിനോട് പ്രഖ്യാപിക്കുന്നതിന്, ഉപഭോക്തൃ നിർവചിത വാക്കുകൾ നിർവചിക്കുന്നതിന്. അപ്പോൾ ഏതാണ് ഇതിൻ്റെ ആൻസറായിട്ട് വരുന്നത്? നിങ്ങളത് ആലോചിച്ച് നോക്കിയാൽ മതി. നമ്മൾ പ്രോഗ്രാമിംഗ് അടിക്കുമ്പോൾ നമ്മൾ ഉപഭോക്തൃ നിർവചിത വാക്കുകൾ നിർവചിക്കുന്നതിനല്ല, നമ്മൾ പറയുന്നത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലൂടെ ആ സോഫ്റ്റ്വെയർ അതിന് മനസ്സിലാവാൻ വേണ്ടിയാണ് നമ്മൾ ഉപഭോക്തൃ നിർവചിത വാക്കുകൾ നിർവചിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഏതാണ്? ഓപ്ഷൻ ഡി ആണ് ഇതിൻ്റെ ആൻസറായിട്ട് വരുന്നത്. ഓപ്ഷൻ ഡി, ഉപഭോക്തൃ നിർവചിത വാക്കുകൾ നിർവചിക്കുന്നതിനെ. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. അടുത്തത് കേബിൾ ടി വി ശൃംഖല ഏതുതരം നെറ്റ്വർക്കിന് ഉദാഹരണമാണ്? കേബിൾ ടി വി ശൃംഖല ഏത് തരം നെറ്റ്വർക്കിന് ഉദാഹരണമാണെന്ന് ചോദിച്ചിരിക്കുന്നത് ഏതാണ്? ഓപ്ഷൻ ബി ആണ് ഇവിടെ ആൻസറായിട്ട് വരുന്നത്. ഓപ്ഷൻ ബി ആണ് വരുന്നത്. മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്കാണ്. മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്കാണ് നമ്മുടെ കേബിൾ ടി വി ശൃംഖലയ്ക്ക് ഉദാഹരണമാണ്. കേബിൾ ടി വി ശൃംഖല എന്ന് പറയുന്നത് മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്കാണ്. അടുത്തത് ജനപ്രിയമായ ഒരു മൈക്രോ ബ്ലോഗിംഗ് സൈറ്റാണ് വരുന്നത്. അതിൻ്റെ ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി, ട്വിറ്റർ ആണ് ജനപ്രിയമായ ഒരു മൈക്രോ ബ്ലോഗിംഗ് സൈറ്റ്. ഫേസ്ബുക്ക് എന്ന് പറയുമ്പോൾ ഒരു സോഷ്യൽ മീഡിയ ആണ്. അതുപോലെ തന്നെ വാട്സപ്പ് മെസ്സഞ്ചിങ് ആപ്പാണ്. അതുപോലെ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും എന്നൊക്കെ പറഞ്ഞാൽ സോഷ്യൽ മീഡിയ ആണ്. അതിനകത്ത് നമുക്ക് ബ്ലോഗ് ചെയ്യാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ ബ്ലോഗ് മൈക്രോ ബ്ലോഗിങ്. അതുപോലെ തന്നെ വാട്സാപ്പ് നമുക്കറിയാം മെസ്സഞ്ചിങ് ഒരു ആപ്ലിക്കേഷനാണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി, twitter.com ആണ്. ട്വിറ്ററിൻ്റെ ഇപ്പോൾ സിമ്പൽ മാറിയിട്ടുണ്ട്. ട്വിറ്ററിന് പേര് ഇപ്പം എക്സ് എന്നാണ് ആക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ എക്സ് എന്നാണ്. ഇലോൺ മാസ്ക് ആണ് ഇപ്പം ട്വിറ്ററിന് നിലവിൽ മേടിച്ചത്. അപ്പം പുതിയതായിട്ട് ഇലോൺ മാസ്ക് മേടിച്ചത് പിന്നെ എക്സ് എന്നാക്കിയിട്ടുണ്ട്. അടുത്തത് മാനിൻ്റെ ഫുൾ ഫോം ഏതാണ്? മാനിൻ്റെ ഫുൾ ഫോമാണ് മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക്. അടുത്തത് മോസില്ല ഫയർഫോഴ്സ് എന്തിന് ഉദാഹരണമാണ്? നമ്മൾ കുറച്ച് മുമ്പ് പഠിച്ചതാണ്. മോസില്ല ഫയർഫോഴ്സ് ഒക്കെ വെബ് ബ്രൗസറിന് ഉദാഹരണമാണ്. ഓപ്ഷൻ എ, ബ്രൗസറിന് ഉദാഹരണമാണ് മോസില്ല ഫയർഫോഴ്സ്. അടുത്തത് ഫോസ് എന്നാൽ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഫോസ് എന്നാൽ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഏതാണ്? ഫോസ് എന്നാൽ ഫ്രീ ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ ആണ്. ഫോഴ്സ് എന്ന് പറയുന്നത്. ഫ്രീ ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ ആണ് ഫോഴ്സ് എന്ന് പറയുന്നത് കേട്ടോ. ഫ്രീ ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ ആണ് ഫോഴ്സ് എന്ന് പറയുന്നത്. ഓർത്ത് വെച്ചാണ് ഫുൾ ഫോം. ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഫ്രീ ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ. അടുത്തത് താഴെ പറയുന്നതിൽ ബ്രൗസർ അല്ലാത്തത് വെബ് ബ്രൗസറല്ല. ഇൻ്റർനെറ്റ് എക്സ്പ്ലോറർ, നെറ്റ്സ്കേപ്പ് നാവിഗേറ്റർ, ഗൂഗിൾ ക്രോം, ഇതെല്ലാം നമ്മുടെ അറിയാം ബ്രൗസറാണ്. എളുപ്പമുള്ള ക്വസ്റ്റ്യനാണ്. യൂട്യൂബ് ഒരു വെബ് ബ്രൗസർ അല്ല. യൂട്യൂബ് പെട്ടെന്ന് തന്നെ കിട്ടുമല്ലോ. ഓപ്ഷൻ ബി, യൂട്യൂബാണ് ഇവിടെ ആൻസറായിട്ട് വരുന്നത്. അടുത്തത് ജോയ്സ്റ്റിക്ക് ഡാഷിൻ്റെ താഴെ വരുന്നത്. ജോയ്സ്റ്റിക്ക് നമുക്കറിയാം എന്താണ്? ജോയ്സ്റ്റിക്ക് ഒരു ഇൻപുട്ട് ഉപകരണമാണ് ജോയ്സ്റ്റിക്ക് എന്ന് പറയുന്നത്. ജോയ്സ്റ്റിക്ക് നമ്മളറിയാം ഗെയിം കളിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ജോയ്സ്റ്റിക്ക്. അപ്പോൾ അതൊരു ഇൻപുട്ട് ഉപകരണമാണ് ജോയ്സ്റ്റിക്ക് വരുന്നത് കേട്ടോ. അടുത്തത് നമ്മുടെ താഴെ പറയുന്നവയിൽ ഏതൊക്കെയാണ് സൈബർ കുറ്റകൃത്യങ്ങളായി കണക്കാക്കപ്പെടുന്നത്? അപ്പോൾ താഴെ പറയുന്നവയിൽ ഏതൊക്കെയാണ് സൈബർ കുറ്റകൃത്യങ്ങളായി കണക്കാക്കപ്പെടുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഹാക്കിംഗ് തന്നിട്ടുണ്ട്, പ്രോഗ്രാമിംഗ് തന്നിട്ടുണ്ട്, ബ്രൗസിംഗ് തന്നിട്ടുണ്ട്, ഫിഷിംഗ് തന്നിട്ടുണ്ട്. ഓരോ നോക്കാം. ഹാക്കിംഗ് സൈബർ കുറ്റകൃത്യമാണ്, നമ്മൾ പഠിച്ചതാണ്. അതുപോലെ തന്നെ പ്രോഗ്രാമിംഗ് ചെയ്യുന്നത് ഒരു കുറ്റമല്ല. അതുപോലെ തന്നെ ബ്രൗസ് ചെയ്യുന്നത് ഒരു കുറ്റകരമല്ല. അതുപോലെ തന്നെ ഫിഷിംഗ് ഒരു കുറ്റകരമാണ്. അപ്പോൾ ഇതിന് ആൻസർ ഏതാ വരുന്നത്? 1ഉം 4ഉം അല്ലേ? 1ഉം 4ഉം ഏതാ? ഓപ്ഷൻ ഡി, 1ഉം 4ഉം ആണ് ഇവിടെ ആൻസറായിട്ട്. 1ഉം 4ഉം ആണ് ആൻസറായിട്ട്. 1ഉം 4ഉം ആണ് ഇവിടെ ആൻസറായിട്ട് വരുന്നത്. അടുത്ത നമുക്ക് നോക്കാം. അടുത്ത സ്ഥിരമായിട്ട് PSC വയ്ക്കുന്നതാണ് എന്താണ് URL. സ്ഥിരമായിട്ട് പ്രീവിയസ് ആയിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കുകയാണ്. എന്താണ് URL എന്ന് പറഞ്ഞാൽ എന്താണ്? യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ ആണ്. ഓപ്ഷൻ ബി ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ ആണ് നമ്മുടെ URL എന്ന് പറഞ്ഞാൽ. നമുക്ക് എന്താ URL എന്ന് പറഞ്ഞാൽ നമുക്കൊരു ലിങ്ക് അല്ലേ? അതൊരു വെബ്സൈറ്റിൻ്റെയൊക്കെ ലിങ്ക് അല്ലേ? ആ ലിങ്ക് ത്രൂ അല്ലേ നമുക്ക് ആ റിസോഴ്സിലോട്ട് ലൊക്കേറ്റ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ ഓർത്ത് വെച്ചോ. യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ ആണ് URLൻ്റെ ഫുൾ ഫോം യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ. മറക്കല്ലേ. അടുത്തത് താഴെ പറയുന്നവയിൽ ഏതാണ് വേർഡ് പ്രോസസ്സറുകൾക്ക് ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയറിൻ്റെ കീഴിൽ വരുന്നത്? അപ്പോൾ താഴെ പറയുന്നതിൽ ഏതാണ് വേർഡ് പ്രോസസ്സറുകൾ ഫ്രീ ആൻഡ് ഓപ്പൺ സോഫ്റ്റ്വെയറിൻ്റെ കീഴിൽ വരുന്നത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ആൻസർ വരുന്നത് ഏതാണ്?
ലിബ്രെ ഓഫീസ് റൈറ്ററാണ്. റൈറ്ററാണ് ഇതിൻ്റെ ആൻസർ ആയിട്ട്. ലിബ്രെ ഓഫീസ് റൈറ്ററാണ് ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. താഴെ കൊടുത്തിരിക്കുന്ന ഓപ്ഷനുകൾ ഇൻ്റർനെറ്റിൻ്റെ സേവനങ്ങൾ അല്ലാത്തത് തിരഞ്ഞെടുക്കുക. ഇൻ്റർനെറ്റിൻ്റെ സേവനങ്ങൾ അല്ലാത്തതെന്നാണ് ചോദിച്ചത്. ഇൻ്റർനെറ്റിൻ്റെ അപ്പോൾ ഇമെയിൽ ആണോ, WWW ആണോ, സെർച്ച് എഞ്ചിൻ ആണോ, ടോപ്പോളജി ആണോ? അപ്പോൾ ഇതിൻ്റെ ആൻസർ ഏതാ വരുന്നത്? ടോപ്പോളജി അല്ലേ? ടോപ്പോളജിയാണ് ഇതിൻ്റെ ആൻസർ ആയിട്ട്. കാരണം ബാക്കിയെല്ലാം നമുക്ക് ഇൻ്റർനെറ്റിൻ്റെ സേവനങ്ങളാണ്. ടോപ്പോളജി എന്ന് പറഞ്ഞാൽ എന്താണ്? നെറ്റ്വർക്കിനെ അറേഞ്ച് ചെയ്യുന്നതാണ് ഈ ടോപ്പോളജി എന്ന് പറയുന്നത്. നെറ്റ്വർക്കിനെ അറേഞ്ച് ചെയ്യുന്നതിനാണ് ടോപ്പോളജി എന്ന് പറയുന്നത് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ താഴെ പറയുന്നതിൽ സിസ്റ്റം സോഫ്റ്റ്വെയർ അല്ലാത്തതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സിസ്റ്റത്തിൻ്റെ സോഫ്റ്റ്വെയർ അല്ലാത്തത് ഏതാണ്? പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ട്രാൻസ്ലേറ്റർ, അതുപോലെ തന്നെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഡിവൈസ് ഡ്രൈവർ, അപ്പോൾ സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയർ. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഏതാണ് വരുന്നത്? അല്ലാത്തതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സിസ്റ്റം സോഫ്റ്റ്വെയർ അല്ലാത്തത് സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയർ ആണ്. ഓപ്ഷൻ സി സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയർ ആണ്. അടുത്തത് വ്യത്യസ്ത പ്രോട്ടോക്കോളുകൾ ഉപയോഗിക്കുന്നത് 2 നെറ്റ്വർക്കുകളെ തമ്മിൽ ബന്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്ന നെറ്റ്വർക്ക് ഉപകരണം ഏതാണ്? നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. ഏതാണ്? ഓപ്ഷൻ ബി ഗേറ്റ്വേ ആണ്. ഒരു HTML പേജിൻ്റെ ചിത്രം ചേർക്കാൻ ഉപയോഗിക്കുന്ന HTML ടാഗ്. അപ്പോൾ HTML ടാഗ് ഏതാണ്? ചിത്രം ചേർക്കാൻ ഉപയോഗിക്കുന്ന HTML ടാഗ് ഏതെന്നാണ് ചോദിക്കുന്നത്. അത് ഇമേജ് ടാഗാണ്. ഓപ്ഷൻ എ ഇമേജ് ടാഗാണ്. പിക്ക് എന്നൊക്കെ തന്നിട്ടുണ്ട്. ഓപ്ഷന് വരുവാണെങ്കിൽ നിങ്ങൾ കൊടുക്കല്ലേ. ഇമേജ് ടാഗാണ്. അടുത്തത് ഇന്ത്യയിൽ ഇൻഫർമേഷൻ ടെക്നോളജി നിയമം നിലവിൽ വന്ന വർഷം ഏതാണ്? 2000 അല്ലേ ആൻസർ? 2000-ലല്ലേ നിലവിൽ വന്നത്? അത് നമ്മൾ കുറച്ച് മുമ്പ് പഠിച്ചതാണ്. വോളറ്റൈൽ മെമ്മറിയുടെ പേര് നൽകുക. എന്നാണ്. വോളറ്റൈൽ മെമ്മറി ഏതാണ്? റാം അല്ലേ? നമ്മൾ പഠിച്ചില്ല. വോളറ്റൈൽ മെമ്മറി റാം, നോൺ വോളറ്റൈൽ റോം, അതുപോലെ തന്നെ ഹാർഡ് ഡിസ്ക്, പെൻഡ്രൈവ് ഒക്കെ എന്താണ്? ഫ്ലാഷ് മെമ്മറീസ് ആണ് വരുന്നത്. ക്ലിയർ ആയോ? അതുപോലെ തന്നെ അടുത്തത് ഏതാണ്? അടുത്തത് ഡാഷ് ഹൈ ലെവൽ ലാംഗ്വേജിൽ നിന്ന് മെഷീൻ ലെവൽ ലാംഗ്വേജിലേക്ക് വിവർത്തനം ചെയ്യുന്നു. അപ്പം ഡാഷ് ആണ് ചോദിക്കുന്നത്. ഇപ്പോൾ ഇതിൻ്റെ ആൻസർ കമ്പൈലറുമാണ്, ഇൻ്റർപ്രറ്ററുമാണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ സി എയും രണ്ടുമാണ്. അതായത് എയും ബിയും ആണ്. അതായത് കമ്പൈലറും ഇൻ്റർപ്രറ്ററും ഹൈ ലെവൽ ലാംഗ്വേജിൽ നിന്ന് മെഷീൻ ലാംഗ്വേജിലേക്ക് വിവർത്തനം ചെയ്യുന്നതാണ്. അപ്പോൾ ഇൻ്റർപ്രറ്റർ ചെയ്യുന്നത് എന്താണ്? വരിയായിട്ടാണ് ലാംഗ്വേജിലേക്ക് വിവർത്തനം ചെയ്യുന്നത്, വരിയായിട്ട്. അതുപോലെ തന്നെ കമ്പൈലർ ചെയ്യുന്നത് പ്രോഗ്രാമിങ്ങിലൂടെയാണ്. അതോടെ ഓർത്ത് വെച്ചോണേ. അടുത്ത താഴെ പറയുന്നവയിൽ ഏതാണ് വെബ് ബ്രൗസർ അല്ലാത്തത്? കാരണം എത്രാമത്തെ ക്വസ്റ്റ്യനാണ് ഇപ്പം ബ്രൗസർ അല്ലാത്തത്? സെർച്ച് എഞ്ചിനുമായിട്ട് ഒരുപാട് ചോദിച്ചിട്ടില്ലേ? അപ്പം പഠിച്ചു വെക്കണം. താഴെ പറയുന്നതിൽ ഏതാണ് വെബ് ബ്രൗസർ അല്ലാത്തതെന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ക്രോം ആണോ, ഫയർഫോക്സ് ആണോ, മൊസൈക്ക് ആണോ, ഗോ ലൈവ് ആണോ? അപ്പോൾ ഇതിൻ്റെ ആൻസർ ഏതാണ്? ഗോ ലൈവ് ആണ്. നമ്മൾ ആദ്യം പഠിച്ചതാണ് ഗോ ലൈവ്. ഓപ്ഷൻ ഡി ഗോ ലൈവ്. അതുപോലെ തന്നെ മൈക്രോസോഫ്റ്റിൻ്റെ നിലവിലെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ CEO ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നിലവിലേതിപ്പം ആരാണ്? സത്യനാദല്ലയാണ്. ഇന്ത്യക്കാരനാണ്. ഓപ്ഷൻ എ സത്യനാദല്ലയാണ് നിലവിലെ മൈക്രോസോഫ്റ്റിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ. അടുത്തത് സൂപ്പർ കമ്പ്യൂട്ടിങ്ങിൻ്റെ പിതാവ് ആരാണെന്ന് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? സെയ്മൂർ ക്രേ ആണ് സൂപ്പർ കമ്പ്യൂട്ടിങ്ങിൻ്റെ പിതാവായിട്ട് വരുന്നത്. സൂപ്പർ കമ്പ്യൂട്ടിങ്ങിൻ്റെ പിതാവ് ഏതാണ്? സെയ്മൂർ ക്രേ ആണ്. അതുപോലെ തന്നെ പിതാക്കന്മാരെ കുറിച്ച് കൂടുതൽ PSC ചോദിക്കാറുണ്ട് ഇങ്ങനെ കമ്പ്യൂട്ടറുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പം പഠിച്ചു വെച്ചോ, ഇപ്പോഴേ പഠിച്ചു വെച്ചോ. സൂപ്പർ എന്ന് പറയുമ്പോൾ സെയ്മൂർ എന്നങ്ങ് ഓർത്ത് വെച്ചോ. സൂപ്പർ കമ്പ്യൂട്ടറിൻ്റെ പിതാവ് ആരാണ്? സെയ്മൂർ ക്രേ. കമ്പ്യൂട്ടറിൻ്റെ പിതാവ് ആരാണ്? ചാൾസ് ബാബേജ്. ആധുനിക കമ്പ്യൂട്ടറിൻ്റെ പിതാവ് ആരാണ്? അലൻ ടൂറിംഗ്. ഇൻ്റർനെറ്റിൻ്റെ പിതാവാണ് വിൻസെൻ്റ് സർഫ്. അതുപോലെ തന്നെ മൗസിൻ്റെ പിതാവ് ഡഗ്ലസ് ഏഞ്ചൽബേർട്ട്. മൗസിൻ്റെ പിതാവ് ആരാണ്? ഡഗ്ലസ് ഏഞ്ചൽബേർട്ട്. അതുപോലെ തന്നെ WWWയുടെ പിതാവ് ആരാണ്? നമ്മൾ കുറച്ച് മുമ്പ് പഠിച്ചാണ് ടീം ബേണേഴ്സ്ലിയാണ് WWWയുടെ പിതാവായിട്ട് വരുന്നത്. ടീം ബേണേഴ്സ്ലി. അതുപോലെ തന്നെ വൈഫൈയുടെ പിതാവ് ആരാണ്? വിക്ക് ഹെയ്സ്. ഇന്ത്യൻ സൂപ്പർ കമ്പ്യൂട്ടറിൻ്റെ പിതാവാണ് വിജയ് പാണ്ഡുരാങ് ഭട്കർ. അപ്പോൾ ഇന്ത്യൻ സൂപ്പർ കമ്പ്യൂട്ടറിൻ്റെ പിതാവാണ് വിജയ് പാണ്ഡുരാങ് ഭട്കർ ആണ് ഇന്ത്യൻ സൂപ്പർ കമ്പ്യൂട്ടറിൻ്റെ പിതാവായിട്ട് വരുന്നത്. അതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാലമാണല്ലോ. അപ്പോൾ അതോടെ പഠിച്ചു വെച്ചോ. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ പിതാവാണ് ജോൺ മെക്കാർത്തി. അതുപോലെ തന്നെ ഇതിനോട് തന്നെ നിങ്ങൾ ഈ ഓണേഴ്സിൻ്റെ ഒക്കെ പേര് ഓർത്ത് വെക്കണം. ഫേസ്ബുക്കിൻ്റെ മുതലാളി ആരാണ്? ഫേസ്ബുക്കിൻ്റെ ഓണർ ആരാണ്? മാർക്ക് സക്കർബർഗ്. ഫേസ്ബുക്കിൻ്റെ ഫൗണ്ടർ ആരാണ്? മാർക്ക് സക്കർബർഗ്. അതുപോലെ തന്നെ നിലവിലെ ട്വിറ്ററിൻ്റെ ഓണർ ആരാണ്? എലോൺ മാസ്ക്. അങ്ങനെ തുടങ്ങിയവരെയൊക്കെ ജസ്റ്റ് ഒന്ന് പഠിച്ചു വെക്കുക. വാട്സാപ്പ്, യൂട്യൂബൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് പോവുക. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം.
സിസ്റ്റം സോഫ്റ്റ്വെയറിന് ഉദാഹരണം ഏതാണ്? സിസ്റ്റം സോഫ്റ്റ്വെയറിന് ഉദാഹരണം ഓപ്ഷൻ എ വിൻഡോസ് ആണ് വരുന്നത്. നമുക്കറിയാം വിൻഡോസ് ആണ് സിസ്റ്റം സോഫ്റ്റ്വെയറിന് ഉദാഹരണമായിട്ട് വരുന്നത്. ബാക്കി VLC പ്ലെയർ, MySQL, അതുപോലെ MS Word ഇതൊക്കെ ഒരു ഇതാണ്. MS Word എന്താ ഡോക്യുമെൻറ്റേഷനും ഒക്കെ അല്ലേ യൂസ് ചെയ്യുന്നത്. VLC പ്ലെയർ എന്തോ വീഡിയോ കാണാനൊക്കെ അല്ലേ. അപ്പോൾ സിസ്റ്റം സോഫ്റ്റ്വെയർ വിൻഡോസ് ആണ്. ഓപ്ഷൻ എ വിൻഡോസ് ആണ്. അടുത്തത് 2 വ്യത്യസ്തങ്ങളായ നെറ്റ്വർക്കുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതിനുള്ള ഉപകരണം ഏതാണ് ചോദിക്കുന്നത്. ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി ഗേറ്റ് വേ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ ബി ഗേറ്റ് വേ ആണ്. അപ്പോൾ നമ്മളിന്ന് ഒരുമാതിരി അടുത്തിടെ PSC ചോദിച്ചിട്ടുള്ള എല്ലാ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ നമ്മൾ വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പം IT കമ്പ്യൂട്ടർ അടിസ്ഥാന വിവരങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് LDC ലെവലുള്ള എല്ലാ ക്വസ്റ്റ്യനുകളും നമ്മളിപ്പം വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. അടുത്തിടെ PSC ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ മാക്സിമം നിങ്ങൾ ഈ ക്ലാസ്സസ് കാണാൻ ശ്രമിക്കാം. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ മാക്സിമം ഷെയർ ചെയ്യാനും നോക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് IT ആക്ടിലെ ഏതെങ്കിലും ഒരു ടോപ്പിക്ക് ഡൗട്ടോ കാര്യങ്ങളോ എന്തെങ്കിലും പഠിക്കാൻ പാടുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. നമുക്കത് സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് നമ്മുടെ ചാനലിൽ ഇടാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞാൽ ഞാൻ മാക്സിമം എടുത്തു തരാം നിങ്ങൾക്ക്. അപ്പം പുതിയൊരു റിവിഷൻ ക്ലാസ്സുമായിട്ട് നമ്മൾ ഉടനെ തന്നെ എത്തുന്നതാണ്. അതിനു മുമ്പ് നമ്മളൊരു ടെലഗ്രാമിൽ ഒരു കറണ്ട് അഫെയറിൻ്റെ ക്രാഷ് കോഴ്സ് നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. അത് ലൈവ് 1 hour ലൈവ് സെക്ഷനായിട്ടാണ് ടെലഗ്രാമിൽ ക്ലാസ് നമ്മൾ 3-4 ദിവസമായതേ ഉള്ളൂ. അപ്പം ഇൻട്രസ്റ്റ് ഉള്ള കൂട്ടുകാരുണ്ടെങ്കിൽ ടെലഗ്രാമിൽ ജോയിൻ ചെയ്ത് പറയുക. അപ്പോൾ 1 മണിക്കൂറത്തെ ലൈവ് സെക്ഷനാണ്, ലൈവ് ക്ലാസ് ആണ് വരുന്നത്. മൺഡേ ടു സാറ്റർഡേ 7 തൊട്ട് 8 വരെയാണ് നമ്മുടെ ലൈവ് ക്ലാസ് വരുന്നത്. അതിൻ്റെ കൂടെ തന്നെ നോട്ട്സ്, റിവിഷൻ ടെസ്റ്റ്, അതുപോലെ തന്നെ വീക്ക്ലി ടെസ്റ്റ് എല്ലാം നമ്മൾ നടത്തുന്നുണ്ട്. വെറും 120 രൂപ മാത്രമേ ഉള്ളൂ. ഈ കാണുന്ന നമ്പറിലോട്ട് പേയ്മെൻറ്റ് ചെയ്തിട്ട് വാട്സപ്പ് ചെയ്താൽ മതി. സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പ് ചെയ്താൽ മതി, ഞാൻ ആഡ് ചെയ്യാം. അപ്പോൾ നമ്മൾ 4 ദിവസമായതേ ഉള്ളൂ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള. അപ്പോൾ ഇനി ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ വരിക. ഇനി വരുന്ന LDC, LGS, അതുപോലെ തന്നെ ഡിഗ്രി ലെവൽ മെയിൻസ് എക്സാമിന് ഈ വർഷം നടക്കുന്ന എല്ലാ എക്സാമിനും വാലിഡിറ്റി ഉള്ളൊരു കോഴ്സാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ താല്പര്യമുള്ളവർ പറയുക. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, മാക്സിമം സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തിയിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ മാക്സിമം കൂട്ടുകാർക്കൂടെ ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ പുതിയൊരു റിവിഷൻ ക്ലാസ്സുമായിട്ട് നമ്മൾ ഉടനെ തന്നെ എത്തുന്നതാണ്. താങ്ക് യു.